أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شتتا. ഈ മഹാസമ്മേളനത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരരെ, യുവാക്കളുടെ സമൂഹമേ, ചെളാരിയുടെ റോഡരികിൽ ഉച്ചഭാഷണിയിലൂടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത മത ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, കർമ്മനിരതമായ യൗവനം, അതാണ് സമയബന്ധിതമായി എനിക്ക് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനുള്ള വിഷയം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ യുവാക്കളുടെ കർമ്മശേഷി അപമാനവീകരണത്തിന് ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ടതിന് പകരം ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് നഷ്ടമായി പോയ യൗവനത്തെ ഓർത്ത്
ഏങ്ങിക്കരയുന്ന ഒരു തലമുറയെ നമുക്കിന്ന് കാണാൻ സാധിക്കും. സ്വന്തത്തിനും സ്വന്തം കുടുംബത്തിനും താൻ ഉൾക്കൊള്ളുന്ന രാജ്യത്തിനും സമൂഹത്തിനും തന്റെ യൗവനം ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന് വേദനിക്കുന്ന ലക്ഷോപലക്ഷം യുവാക്കളെ നാം ഇന്ന് കാണുന്നുണ്ട്. ആകാശമാകുന്ന മേലാപ്പിന്റെ ചുവട്ടിൽ കുറെ കൂടെ ഈ ഒരു പന്തലിന്റെ ചുവട്ടിലിരിക്കുന്ന യുവത്വത്തോട് വ്യക്തമായ മാർഗരേഖ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ, ഒരു മതത്തിന്റെ അനുയായികളാണല്ലോ നമ്മൾ. നമ്മുടെ യൗവനം കർമ്മനിരതമാണ് എന്ന് ആത്മാർത്ഥമായി പറയാൻ നമുക്ക് സാധിക്കുമോ എന്ന ചിന്തയും ഈ വിഷയത്തിൽ വരേണ്ടത്. സഹോദരങ്ങളെ, ലോക സംസ്കാരങ്ങളുടെ രൂപീകരണത്തിൽ യൗവനം വഹിച്ച പങ്ക് നിസ്സാരമല്ല. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ശക്തി വാർദ്ധക്യത്തിന്റെ ശക്തിയല്ല, ബാല്യത്തിന്റെ ശക്തിയുമല്ല, വാർദ്ധക്യത്തിന്റെ ശക്തിയുമല്ല, യൗവനത്തിന്റെ ശക്തിസിദ്ധിയാകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. യുവാക്കളെ, ലോകത്തിന് പലതും നൽകാനുള്ളവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ടോ? കർമ്മനിരതമായ ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ കർമ്മനിരതമായ ഒരാദർശം അവന്റെ മുമ്പിലുണ്ടാകണമെന്നാണ് എനിക്ക് ഒന്നാമതായി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ളത്. എന്നെ ഞാനാക്കുന്ന, എന്നിലെ എന്നെ ഉയർത്തുന്ന, എന്നെ ചലിപ്പിക്കുന്ന, എന്നെ കർമ്മോത്സുകമാക്കുന്ന ഒരാദർശമുണ്ടാകുമ്പോഴാണ് ഞാൻ കർമ്മോത്സുകനായി തീരുന്നത്. ഞാൻ എന്തിന് പ്രവർത്തിക്കണം? ഞാൻ എന്തിന് നന്മ ചെയ്യണം? ഞാൻ എന്തിന് എന്റെ യൗവനം ഈ വക കാര്യങ്ങളിൽ ചെലവഴിക്കണം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒക്കെ പന്തലിന്റെ ചോട്ടിലങ്ങ് ഇരുന്നാൽ മതി. ആകാശത്തിൽ നിന്ന് മഴ ചൊരിയുമ്പോൾ അത് അല്ലാഹുവിന്റെ റഹ്മത്തായി പെയ്തിറങ്ങട്ടെ, അത് ലോകത്തിന് ആശ്വാസമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് ആവശ്യം നിങ്ങളുടെ ശ്രദ്ധയാണ്. ഒരു മണിക്കൂറിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ പ്രസംഗത്തിൽ പൂർണ്ണമായ നിങ്ങളുടെ ശ്രദ്ധ ആവശ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ഈ പ്രസംഗം ഏതെങ്കിലും ഒരു അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു ശബ്ദമായി മാറാതിരിക്കണമെന്ന ആഗ്രഹത്തിന്റെ ബലത്തിലാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചു പോകുമെന്ന യാഥാർത്ഥ്യം, ഈ ലോകത്തിൽ നിന്നൊരു യാത്രയുണ്ട് എന്ന യാഥാർത്ഥ്യം, അതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ഊടുംഭാവം നൽകിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യുവസമൂഹത്തെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കുകയും ഗൗരവമായി നമ്മളിവിടെ ചിന്തിക്കുകയുമാണ്. എന്റെ തൊട്ടു മുമ്പ് പ്രസംഗിച്ച പ്രഭാഷണങ്ങളിൽ യൗവനത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ മേഖലകൾ കടന്നുപോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക തിരുമേനിയുടെ ചരിത്രങ്ങളിലൂടെ യൗവനം നോക്കിക്കാണാനാണ് ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരാൾക്ക് വ്യക്തമായ ഒരാദർശമുണ്ടാകുമ്പോഴാണ് ആ ആദർശത്തിനു വേണ്ടി ജീവിക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധ്യം അയാളെ ഭരിക്കുന്നത്. ഇത് ഈ യുവതലമുറയെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായ ഒരു ആദർശം ഇന്നത്തെ സമൂഹത്തിന്റെ മുമ്പിലില്ല. ജീവിതമെന്നാൽ ആസ്വാദനമാണ്, ജീവിതമെന്നാൽ ഭൗതിക പ്രമത്തതയാണ്, ജീവിതമെന്നാൽ ഹൈവേയിൽ ചീറിപ്പായുന്ന വാഹനത്തിലെ ശീതീകരിച്ച യാത്രയാകുന്നു എന്ന വിശ്വാസത്തിന്റെ മേഖലകളിലാണ് ഇന്നത്തെ പുതിയ തലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മദ്യത്തിന്റെയും മദിരാശിയുടെയും മയക്കുമരുന്നുകളുടെയും നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമരുന്ന യൗവനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലപ്പുറത്തുള്ള ഒരാസ്വാദ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. മഴയുടെ ശബ്ദത്തിനിടയിലും ഇവിടെ ഞാൻ സംസാരിക്കുന്ന എന്റെ ശബ്ദം നിങ്ങളുടെ കർണപുടങ്ങളിൽ തട്ടി നെഞ്ചകത്തിന്റെ അഗാധതകളിലേക്ക് ആഴ്ന്നിറങ്ങുമെന്ന വിശ്വാസത്തിലാണ് മനുഷ്യജീവിതത്തിന്റെ ഈ വിലപ്പെട്ട സമയത്തെ ഈ വചനാമൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവേ, സത്യം സത്യമായി പറയുവാനും ആ സത്യം ഉൾക്കൊള്ളുന്ന ഒരു ജനതയുണ്ടാകുവാനും ഈ പന്തലിന്റെ ചുവട്ടിൽ ഇത് നെഞ്ചിലേറ്റി കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രകാശം പരത്തി സമൂഹത്തിന്റെ പ്രതീക്ഷയായി വളർന്ന് സംസ്കാരങ്ങളുടെ ഉന്നത സോപാനങ്ങളിലേക്ക് ഒരു ജനതയെ കൈപിടിച്ചുയർത്തുന്ന ഒരു യുവപദമായി മാറാൻ ഈ യുവപദമെന്ന മഹത്തായ സമ്മേളനത്തിലൂടെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, വീടുകളിൽ, നഗരങ്ങളിൽ
പ്രാന്തപ്രദേശങ്ങളിൽ ഒരു ചലനമായി, ഒരു ചിന്തയായി, ഒരു ഉണർത്തുപാട്ടായി, ഒരു നവജാഗരണമായി, ഒരു വിപ്ലവത്തിന്റെ തുടക്കമായി, ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്രക്രിയയായി, ലോകത്തിന്റെ പ്രതീക്ഷയായി, വരും നൂറ്റാണ്ടിന്റെ പ്രതീക്ഷകളായി ഇത് വളരാൻ സാധിക്കുന്നുവെങ്കിൽ അത്തരമൊരു സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ മണിക്കൂറിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ പ്രഭാഷണം. ഞാൻ പറഞ്ഞു, വ്യക്തമായ ഒരാദർശം നമ്മുടെ മുമ്പിലുണ്ടാകണം. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന ബോധ്യം എനിക്കുണ്ടാകണം. ഉയർന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കുകയാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പറഞ്ഞേക്കുകയാണ്. ഒരാഴ്ചയുടെ യാത്ര കൃത്യമായ പർപ്പസോടെ സ്ഥാപനത്തിന് വേണ്ടി ഇന്നെന്ന കാര്യം ചെയ്യാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ അതിന്റെ MD ഏൽപ്പിച്ച് യാത്ര അയക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈകളിൽ ആവശ്യമുള്ള എല്ലാമുണ്ട്, ഡോക്യുമെന്റ്സുകളുണ്ട്, ആവശ്യമുള്ള പുസ്തകങ്ങളുണ്ട്, ആവശ്യമുള്ള രേഖകളുണ്ട്, താമസിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളുണ്ട്. ഡൽഹിയിലെ എയർപോർട്ടിൽ ഇറങ്ങി, അല്ലെങ്കിൽ ലണ്ടനിലെ എയർപോർട്ടിൽ ഇറങ്ങി അവിടുത്തെ സുന്ദരികളായ സ്ത്രീകളെ കണ്ട് അവരുടെ കൂടെ ഒരാഴ്ച അടിച്ചുപൊളിച്ചാൽ അയാളെ പറഞ്ഞേച്ച ലക്ഷ്യത്തിലേക്കുള്ള യാത്രയല്ല അത്. ആ ഒരാഴ്ച താൻ വിശ്വസിച്ച തന്റെ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പങ്കാളിയാകുക എന്ന ഒരു പർപ്പസ് ഉണ്ട് അയാളുടെ മുമ്പിൽ. ലക്ഷ്യബോധമില്ലാത്തൊരു തലമുറക്ക് ജീവിക്കാനാവില്ല. എന്റെ പ്രഭാതം എന്തായിരിക്കണം, എന്റെ പ്രദോഷം എന്തായിരിക്കണം, എന്റെ ഉച്ചസമയം എന്തായിരിക്കണം, ഞാൻ ഉറങ്ങുന്നത്, ഞാൻ ഭക്ഷിക്കുന്നത്, എന്റെ ആരോഗ്യത്തെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എന്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്നിലൂടെ വളരേണ്ട ഒരു സമൂഹത്തിന്റെ നവോത്ഥാനമാണ് എന്റെ ലക്ഷ്യമെന്ന ബോധ്യത്തിലേക്ക് മനുഷ്യൻ വളർന്നു വരണം. സജീവമായ ഒരു മനസ്സാണ് മൂന്നാമതായി മനുഷ്യന് വേണ്ടത്. സജീവമായ ഒരു മനസ്സ്, സജീവത നിലനിൽക്കുന്ന ഒരു മനസ്സ്, ചത്തുപോകാത്ത, ചാബല്യങ്ങൾക്ക് വിധേയമാകാത്ത, കർമ്മോത്സുകത തുളുമ്പി നിൽക്കുന്ന ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്കുമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്തായിപ്പോയി. അപ്പൊ ഒരു നല്ല മനസ്സുണ്ടാകണം, മാത്രം പോരാ, ഒരു നല്ല ശരീരമുണ്ടാകണം. ഒരു നല്ല മനസ്സിനെ സംരക്ഷിക്കുന്ന ഒരു നല്ല ശരീരം, ആരോഗ്യദൃഢഗാത്രമായ ഒരു ശരീരം ഇസ്ലാം വളരെ ഗൗരവമായി കണ്ടതാണ്. പുകച്ചുരുളകൾ വലിച്ച് നിന്റെ ആന്തരിക അവയവങ്ങൾ കേടുവന്ന് ചുമച്ച് കാർക്കിച്ചു തുപ്പി ഒരു വീടിന്റെ കോർണറിലിരുന്ന് രോഗം പിടിപെട്ട് ഹോസ്പിറ്റലുകളുടെ വരാന്തകളിലിരുന്ന് ചുമച്ച് കഴിയേണ്ടതല്ല നിന്റെ യൗവനം. ഉന്നതമായ ഒരു കരൾ അത് നിനക്കുണ്ടാകണം, ഒരു ഹൃദയം അത് നിനക്കുണ്ടാകണം. ജന്തുലോകത്ത് സിംഹം മദ്യപിച്ചിട്ടതിന്റെ കരള് കേടുവന്നിട്ടില്ല, പശുവിന്റെ കരള് കേടുവന്നിട്ടില്ല, ഒറാങ്ങോട്ടാന്റെ കരള് കേടുവന്നിട്ടില്ല, പെപ്സി കഴിച്ച് കോള കുടിച്ച് മദ്യം കുടിച്ച് അതിന്റെ ആന്തരിക അവയവങ്ങൾക്ക് കേടുവന്നിട്ടില്ല. മനുഷ്യന്റെ ശരീരം അല്ലാഹു അനുഗ്രഹമായി നൽകിയതാണ്. ആ ശരീരം പുകവലിച്ചു തീർക്കാനുള്ളതല്ല, മദ്യപിച്ചു തീർക്കാനുള്ളതല്ല, കഞ്ചാവടിച്ചു തീർക്കാനുള്ളതല്ല, മയക്കുമരുന്നടിച്ചു തീർക്കാനുള്ളതല്ല, അതുപോലെ തന്നെ അമിതമായ ഭോജനത്തിലൂടെ നശിപ്പിക്കാനുള്ളതല്ല. അമിതമായ ഭോജനം പോലും മനുഷ്യനെ ഉറക്കിക്കിടത്തുമെന്നതാണ് കാലം നമ്മെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഹിതമിതമൂണുമുറക്കും പ്രതിദിനം ഈശ്വര സേവയും ചെയ്യുവീനെന്ന ഉന്നതമായ ഒരു തത്വത്തെയാണ് ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്നത്. ഇസ്ലാം മനുഷ്യനെ തൊട്ടുണർത്തി, ഇസ്ലാം മനുഷ്യന്റെ ഉള്ളിലെ ആത്മചൈതന്യത്തെ തൊട്ടുണർത്തി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിലൂടെ പറഞ്ഞ ഒരു വാക്ക്, മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. ആ ആറ്റം ബോംബിനേക്കാൾ വലിയ ശക്തി അവൻ തിരിച്ചറിയണം. അതിനെ അവൻ ഉദ്ദീപിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം. ആ തിരിച്ചറിവുണ്ടാകണം. എനിക്ക് പലതും ചെയ്യാൻ കഴിയും, എനിക്ക് ഈ ലോകത്ത് പലതും നന്മയായി ചെയ്യാൻ കഴിയും. ഞാൻ തിന്മ ചെയ്യുന്ന പോലെ, ഞാൻ ആളുകളെ പ്രഹരിക്കുന്ന പോലെ എന്റെ കൈകൾ ആളുകളെ തലോടാൻ സാധിക്കും. എനിക്ക് എന്റെ സിട്ടാവ് സിട്ടിപ്പിൽ തന്നെ ഫുജൂറും തഖ്വയും നൽകിയിട്ടുണ്ട്. മ്ലേച്ഛതയുടെ തെമ്മാടിത്തത്തിന്റെ ഒരു മേഖല എന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. കർമ്മപദങ്ങളുടെ ഉത്തുംഗതയിലെത്താൻ കർമ്മനൈരന്തര്യങ്ങളിലൂടെ ലോകത്തെ ഉദ്ദീപിപ്പിക്കാനുള്ള കഴിവും എനിക്ക് തന്നിട്ടുണ്ട്. വനത്തിമ്മമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ലോകത്തിന്റെ സിട്ടാവ് കോടാനുകോടി ജീവജാലങ്ങളെ ആകാശത്തിന്റെ ചുവട്ടിൽ സൃഷ്ടിച്ചു എന്ന വസ്തുത നാം അറിയുന്നുണ്ട്. അനന്തവിസ്തൃതമായ ആകാശത്തിന്റെ ചുവട്ടിൽ, ഹരിതാപമായ ഭൂമിയുടെ മേലെ, സാഗരങ്ങളിൽ എത്രയെത്ര മത്സ്യങ്ങളാണ് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നത്, കാനനങ്ങളിൽ എത്ര ജന്തുക്കളാണ് ഗർജിച്ചുകൊണ്ടിരിക്കുന്നത്, ആകാശത്ര പറവകളാണ്
പറന്നുകൊണ്ടിരിക്കുന്നത്. അവക്കൊന്നുമില്ലാത്ത ഒരു ദൗത്യം, ഒരു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 70 മുതലുള്ള വാചകങ്ങളിൽ തീർച്ചയായും മനുഷ്യനെ നാം ചില അമാനത്തുകൾ ഏൽപ്പിച്ചു. പർവ്വതങ്ങളെ ഏറ്റെടുക്കാത്ത, സൂര്യചന്ദ്രന്മാരെ ഏറ്റെടുക്കാത്ത, ആകാശഭൂമികളെ ഏറ്റെടുക്കാത്ത ഒരു മഹാദൗത്യം, ഇതര ജീവവർഗങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു മഹാദൗത്യം, വിജ്ഞാനങ്ങളെ സ്വീകരിക്കാനുള്ള ഒരു മഹാദൗത്യം, എഴുതുവാനുള്ള ഒരു മഹാകഴിവ്, ചിന്തിക്കുവാനുള്ള മഹാകഴിവ്, യൂണിവേഴ്സിറ്റികൾ നടത്താനുള്ള മഹാകഴിവ്, ലോകത്ത് ആകാശങ്ങളിൽ വിമാനം പ്രവർത്തിക്കാനുള്ള മഹാകഴിവ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് സൂറത്ത് ഇസ്രായിലൂടെ, ബനു ഇസ്രായിലിലൂടെ അതിന്റെ 70-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയും, വകസീറൻ മിമ്മൻ ഖലഖനാ വഫളൽനാഹും അലാ കസീറൻ മിമ്മൻ ഖലഖനാ തഫ്ളീലാ. നാം സൃഷ്ടിച്ച ജീവവർഗങ്ങളിൽ ചിലരെക്കാൾ നിങ്ങൾക്ക് മേന്മ നൽകി. മന്നെന്ന പ്രയോഗം ബുദ്ധിജീവികൾക്ക് ഉപയോഗിക്കുന്ന പ്രയോഗം ഈ ലോകത്ത് മനുഷ്യന് നൽകി. ചിന്തിക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്, അപകൃതന സ്വഭാവം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അല്ലമഹുൽ ബയാൻ, അല്ലമഉൽ ബയാൻ. മനുഷ്യനെ വേർതിരിച്ചു നിർത്തുന്ന അടിസ്ഥാനപരമായ ഘടകം സൂറത്ത് റഹ്മാൻ 55-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനം. അതേ അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, അല്ലമൽ ഖുർആൻ, അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അല്ലമഹുൽ ബയാൻ. അതേ വിശുദ്ധ ഖുർആൻ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അത്ജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. രക്തം ചിന്തുന്ന, ഭൂമിയിൽ കലാപമുണ്ടാക്കുന്ന, കലാപക്കൊടി ഏന്തുന്ന ആളുകളെയാണോ സൃഷ്ടിക്കുന്നത് എന്നത് മലക്കുകളുടെ ചോദ്യമാണ്. അതിന് അല്ലാഹുവിന്റെ മറുപടി എന്താ? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഉന്നതമായ ലക്ഷ്യത്തെക്കുറിച്ചാണ് സൂറത്ത് ബഖറ 2-ാം അധ്യായം 30-ാമത്തെ വചനം പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കണം, മനുഷ്യ ജീവിതത്തിന് ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിൻ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. വല്ലാത്ത വാക്കുകൾ. അദ്ദാരിയാത്ത് 51-ാം അധ്യായം 56-57 വചനങ്ങൾ. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത്, ജിന്നുവർഗത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാന് നിങ്ങളിൽ നിന്ന് ഉപജീവനം ഞാൻ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ എനിക്ക് ഭക്ഷണം നൽകണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇവിടെയാണ് ജീവിതത്തെ നിർവചിക്കേണ്ടത്. അല്ലെങ്കിലോ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ ദുഃഖിക്കേണ്ടി വരും, ബർട്രൻഡ് റസലിനെ പോലെ ദുഃഖിക്കേണ്ടി വരും, വി മൈവുഡിനെ പോലെ ദുഃഖിക്കേണ്ടി വരും, VI ലെനിനെ പോലെ ദുഃഖിക്കേണ്ടി വരും, കാർൽ മാർക്സിനെ പോലെ ദുഃഖിക്കേണ്ടി വരും, അതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലെ ദുഃഖിക്കേണ്ടി വരും, അതുപോലെ ചാൾസ് ഡാർവിനെ പോലെ ദുഃഖിക്കേണ്ടി വരും. യൗവനം പാഴായി പോയ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ 54-ാമത്തെ വയസ്സിൽ മരണക്കിടക്കയിൽ ബെഡിൽ കിടന്നുകൊണ്ട്, ഹോസ്പിറ്റലിന്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ കിടന്നുകൊണ്ട് ഇരട്ട പൗരത്വമുണ്ടായിരുന്ന, ഭാഷയറിയാവുന്ന, ശാസ്ത്രമറിയാവുന്ന, ലോകത്തിന്റെ ഗതിവിധികൾ അറിയാവുന്ന, ആപേക്ഷികതാ സിദ്ധാന്തം അറിയാവുന്ന ലോകശാസ്ത്രകാരന്മാരുടെ അമീറായി വിരാജിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ശാസ്ത്രകാരൻ പറഞ്ഞത്, എന്റെ യൗവനം എനിക്കൊരു പാഴ്വേലയായിരുന്നു. എന്റെ യൗവനമെങ്ങാനും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ, എന്റെ യൗവനം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ഒരു ശാസ്ത്രകാരനായിട്ടല്ല, യൂണിവേഴ്സിറ്റിയിലെ ഗുരുനാഥനായിട്ടല്ല, വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഗുരുഭൂതരായിട്ടല്ല, ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന യുവാവായിട്ട്, പ്ലംബറായിട്ട് ജീവിക്കാനായിരിക്കും ഞാൻ ഇഷ്ടപ്പെടുക. കാരണം എന്താണെന്നറിയാമോ? E = mc² എന്ന സൂത്രവാക്യം ലോകത്തിന് നൽകിയ ജൂതനായ ക്രൂര വിനോദത്തിന്റെ ഉടമയായ 2 വിവാഹങ്ങൾ കഴിച്ചു പരാജയപ്പെട്ട ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് പിന്നീട് ട്രയലൻഡർ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ഇരട്ട പൗരത്വമുണ്ടായിരുന്ന, ജർമ്മനിയിൽ പന്ത് തട്ടിക്കളിച്ച, അമേരിക്ക പന്ത് തട്ടിക്കളിച്ച, യൗവനം പാഴായിപ്പോയ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഥ നിങ്ങൾ ഓർക്കണം. എന്തേ കാരണം? E = mc² എന്ന സൂത്രവാക്യം കണ്ടെത്തി 1945 ഓഗസ്റ്റ് 6, 9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ട്രൂമാൻ ബോംബ് തുപ്പിയതിന്റെ കഥയറിയുമോ നിങ്ങൾക്ക്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ജൂതനായ ശാസ്ത്രകാരൻ
ട്രൂമാന്റെ കാതുകളിൽ മന്ത്രിച്ചതിന്റെ അനന്തരഫലമാണ് ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ബോംബ് വർഷണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനോട് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു അത്രേ, നമുക്ക് ഈ ശാസ്ത്രപഠനം, അതിന്റെ പുരോഗതി, അതിന്റെ അറിവ് നമുക്ക് പരിശോധിക്കാം. ബുദ്ധഭിക്ഷുക്കളായ ഹിരോഷിമയിലും നാഗസാക്കിയിലും അതിന്റെ ഫലമായിരുന്നു അത്. പിന്നീട് മരിച്ചു വീണ മനുഷ്യരെ കണ്ട്, കത്തിക്കരിഞ്ഞ മനുഷ്യരെ കണ്ട്, അഗാധമായി സൃഷ്ടിക്കപ്പെട്ട ഗർത്തങ്ങൾ കണ്ട് നെഞ്ചകമുള്ള സ്പന്ദിക്കുന്ന ഹൃദയം അവശേഷിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ഇന്റർനാഷണൽ പീസിനെ കുറിച്ച് സംസാരിച്ചു. 3,70,000-ലധികം ഹിബ്ബാക്കുശകൾ എന്ന പേരിൽ ഇന്നും അവിടെ ജീവിക്കുന്ന മനുഷ്യരെ ഓർത്ത് നമുക്ക് നെടുവീർപ്പിടാം. മനുഷ്യന്റെ അറിവ് അബദ്ധസഞ്ചാരം നടത്തിയതിന്റെ കഥകളാണ് എൻഡോസൾഫാന്റെ പിന്നിലുള്ളത്, ഭോപ്പാൽ ദുരന്തത്തിന്റെ പിന്നിലുള്ളത്, രാസായുധങ്ങൾ നിക്ഷേപിച്ചതിന്റെ പിന്നിലുള്ളത്, ഇറാഖിലും ഇറാനിലും പലസ്തീനിലും ചെച്ചിലിയയിലും ബോസറോവയിലും കോസറോവയിലും ലബനാനിലും മനുഷ്യർ കൊണ്ടുപോയി തുപ്പിയ ബോംബിന്റെ പിന്നിൽ നശിപ്പിക്കപ്പെട്ട ഒരു യൗവനമുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധിയെ കൊന്നതിന്റെ പിന്നിലും ചാവേർ യുവത്വമുണ്ടായിരുന്നു. ഇന്നും ചാവേറുകളായി, കാർ ബോംബുകളായി, മോട്ടോർ ബൈക്കുകളായി, വാഹനങ്ങളായി പൊട്ടിത്തെറിക്കുന്നതിന്റെ പിന്നിൽ വാർദ്ധക്യമല്ല യൗവനമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ യൗവനം കർമ്മോത്സുകമായിരിക്കണം, കർമ്മനിരതമായിരിക്കണം. അതിനാര് മാർഗം കാണിക്കും? ആര് മാർഗം കാണിക്കും? യൗവനം എങ്ങനെ ചെലവഴിക്കണം? നാം ആരെ കണ്ടുപഠിക്കും? നാം ആരെ കണ്ടാ പഠിക്കേണ്ടത്? വേദപുരാണങ്ങളോട് ഞങ്ങൾക്ക് ബന്ധമില്ല, കാരണം ഞങ്ങൾ സംസാരിക്കുന്നത് മനുഷ്യരോടാണ് എന്ന അല്പത്വം പ്രസംഗിച്ച അമേരിക്കൻ ഗറില്ല പോരാളിയായ ചെഗുവേരയാണോ നമുക്ക് മാതൃക? വാതരോഗം പിടിപെട്ടപ്പോ വി.ഐ. ലെനിന് കത്തെഴുതി ഞാൻ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വി.ഐ. ലെനിൻ ജോസഫ് സ്റ്റാലിന് കത്തെഴുതി എന്റെ മുമ്പിൽ സൈനൈഡ് കൊണ്ടുവാ എന്ന് പറഞ്ഞ ഭീരുവായ വി.ഐ. ലെനിനാണോ ലോകത്തിന്റെ യൗവനത്തിന്റെ മാതൃകയാകേണ്ടത്? സ്വന്തം മകൻ മരിച്ചു പിരിഞ്ഞപ്പോ ദുഃഖമടക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ് എംഗൽസിന് കത്തെഴുതിയ കാർൽ മാർക്സിലാണോ ലോകത്തിന്റെ മാതൃക? സ്വന്തം മകൻ ഇബ്രാഹിം മരിച്ചപ്പോ കൈകളിലേന്തി മോനെ ഇബ്രാഹിം, നിന്റെ മരണം എനിക്ക് വേദനയുണ്ടാക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത പദം ഞാൻ പറയില്ലെന്ന് പറയുകയും ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെട്ട അന്ധവിശ്വാസത്തിന്റെ വേരുകൾ ആ സ്പോട്ടിൽ തിരുത്തിയ ഉജ്ജ്വലനായ വാഗ്മിയായ ജീവൽഗന്ധിയായി ജീവിച്ച മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചവിട്ടിമതിക്കപ്പെടുമ്പോൾ ജീവിതത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ മാതൃക കാണിച്ചൊരു പ്രവാചകനെ നടുറോട്ടിൽ നിന്ദിക്കപ്പെടുമ്പോൾ ആ പ്രവാചകന്റെ വചനാമൃതങ്ങളെ നെഞ്ചകത്തേറ്റി യൗവനം പൂരിപ്പിക്കപ്പെടുകയും സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉതകുന്ന വിധത്തിൽ യൗവനത്തെ പൂരിപ്പിക്കുകയും ചെയ്ത സഹാബികളുടെ ചരിത്രം ചരിത്രത്തിന്റെ തീജ്വാലയായി ലോകത്തിന്റെ ചരിത്രത്തിൽ സംഘലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ കർമ്മനിരതമായ യൗവനം തേടി യൂറോപ്പിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നാം ചെല്ലേണ്ടതില്ല. ആധുനിക സമൂഹത്തിന്റെ ഭൗതിക പ്രമത്തതയിൽ നാം ചെല്ലേണ്ടതില്ല. കാരണം നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ വലിയൊരു യൗവനമുണ്ട്. ആ യൗവനമേതാ? ആ യൗവനം ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീഹി ഇബ്രാഹിം അലൈഹിസ്സലാം നിങ്ങൾക്ക് മാതൃകയാണ്. കർമ്മനിരതമായ ജീവിതം, ക്ഷീണം ഇല്ല, വിശ്രമം അറിയില്ല, വേദനകളില്ല. വേദനിച്ചു ഒരുപാട് ഘട്ടങ്ങളിൽ. വേദന സന്തോഷമായി മാറി, ദുഃഖം സന്തോഷമായി മാറി, മകന്റെ കഴുത്തിൽ കത്തിവെക്കൽ സന്തോഷമായി മാറി, ഭാര്യയെ മരുഭൂമിയിൽ ജനവാസമില്ലാത്ത, ജലസ്രോതസ്സുകളില്ലാത്ത, തീവീടുകളുടെ ശബ്ദം കേൾക്കുന്ന, ഒരു 100 കിലോമീറ്റർ ഉള്ളിൽ പോലും ഭവനങ്ങളില്ലാത്ത ഒരു നാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു പോരുമ്പോൾ ദുഃഖിച്ചില്ല ആ മനസ്സ്, വേദനിച്ചില്ല ആ മനസ്സ്. അള്ളാഹുവിൽ സമർപ്പിതമായ യൗവനമായിരുന്നു ആ മനസ്സ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കാണുവാൻ കഴിയാത്ത, കേൾക്കുവാൻ കഴിയാത്ത, ഒരു പ്രയോജനം ചെയ്യാത്ത ഈ കല്ലിനെ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ. 16 വയസ്സുകാരന്റെ ഈ സദസ്സിൽ, 15 വയസ്സുകാരന്റെ ഈ സദസ്സിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബാപ്പയോട് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യാ അബതി, യാ അബതി, യാ അബതി, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി. യാ അബതി, യാ അബതി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ പൊന്നുപ്പാ, ഈ കല്ലിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ബഹുദൈവത്വത്തിന്റെ നിരക്ഷകത, കല്ല് ആരാധിക്കപ്പെട്ടുകൂടാ എന്ന യാഥാർത്ഥ്യം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും
സൗരയൂഥങ്ങളും വൃക്ഷങ്ങളും ജന്തുജാതികളും ആകാശഭൂമികളും അവയ്ക്കിടയിലുള്ളത് മാത്രമാണ് സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന ആ യുവാവിന്റെ തിരിച്ചറിവ്, പ്രപഞ്ചത്തിന്റെ നാഥനെക്കുറിച്ചുള്ള തിരിച്ചറിവ്, യുവതലമുറക്ക് നശിച്ചുപോയ തിരിച്ചറിവ് ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫതൻ, ഇതാ ഇവിടെ യുവാവായ ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു യുവാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നവരൊക്കെ പറഞ്ഞത്. ആ യുവാവ് ബാപ്പയോട് തൗഹീദ് പറഞ്ഞപ്പോ 16 വയസ്സ്, നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞപ്പോ 20 വയസ്സിന് താഴെ അല്ലേ? അങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ യൗവനം. യുവാക്കളെ, ചെറുപ്പക്കാരെ, ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു സുന്നി, മർക്കസു സഖാഫത്ത് സുന്നിയിൽ പഠിച്ച ഒരു സുന്നി എന്നെ ഫോൺ വിളിച്ച് എടാ പോടാന്നൊക്കെ വിളിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ ഒരു യുവാവാൻ, പാഴായി പോകുന്നതാണ് നിന്റെ ജീവിതം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട കർമ്മനിരതമായ ജീവിതം, അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കാൻ തെളിവ് മെനയുകയാണ് നീ. ഇമാം നവവി ശിർക്ക് ചെയ്തില്ലേ എന്നാണ് നീ ചോദിക്കുന്നത്. നിന്റെ യൗവനം അള്ളാഹുവിന്റെ വരദാനമാണ്. അവന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച്, അവൻ തന്ന കാലുകൊണ്ട് നടന്ന്, അവൻ തന്ന കൈകൊണ്ട് പിടിച്ച്, അവൻ തന്ന കണ്ണുകൊണ്ട് കണ്ട്, അതേപോലെ ഖുർആനിലെ 7-ാം അധ്യായം 179-ാമത്തെ വചനം, ഖുർആനിലെ 8-ാം അധ്യായം 22-ാമത്തെ വചനം. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കിട്ടരാരാ? കണ്ണുണ്ട്, കാണേണ്ടത് കണ്ടില്ല; കാതുണ്ട്, കേൾക്കേണ്ടത് കേട്ടില്ല; കൽബുണ്ട്, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. ഈ അവസ്ഥ നമുക്ക് സംജാതമാകാൻ പാടില്ല. കാരണം നമ്മളിലാണ് ലോകത്തിന്റെ പ്രതീക്ഷ. ഇന്ന് അച്ഛനമ്മമാർ ദുഃഖിക്കുകയാണ്, അമ്മ കരയുകയാണ്, ഭാര്യ കരയുകയാണ്, ഭാര്യ കരയുകയാണ്. വിവാഹം കഴിഞ്ഞ് 6 മാസമാകുമ്പോൾ ഭാര്യ കരയുകയാണ്. ദാമ്പത്യമിതാ പ്രസാദിലാണ്. തന്റെ ഭർത്താവ് മദ്യപാനിയാണ്, തന്റെ ഉപ്പ മദ്യപാനിയാണ്, തന്റെ ഉപ്പ താന്തോന്നിയാണ്, തന്റെ ഉപ്പ ദൂർത്തനാണ്, തന്റെ ഉപ്പ സമ്പാദിക്കാൻ അറിയാത്തവനാണ്. ചിന്തിക്കണേ, നിങ്ങളുടെ കാതുകളിൽ ഓരോ അക്ഷരങ്ങളും ഇടിമുഴക്കങ്ങളായി കടന്നു വരണമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നതും വിചാരിക്കുന്നതും. എന്തിനു വേണ്ടി? ഒരു നല്ല യൗവനത്തിന് വേണ്ടി, ഒരു നല്ല ചരിത്രത്തിന് വേണ്ടി. മലപ്പുറം ജില്ലയിൽ മദ്യപിക്കാത്ത യുവനിരയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി, മലപ്പുറം ജില്ലയിൽ തീവ്രവാദികളില്ലാത്ത ഒരു യുവനിരയെ സ്വീകരിക്കുന്നതിന് വേണ്ടി, മലപ്പുറം ജില്ലയിൽ മയക്കുമരുന്നിന് വിധേയമാകാത്ത ഒരു യുവതയെ രൂപീകരിക്കുന്നതിന് വേണ്ടി ലോകം മുഴുവനും പരിവർത്തിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയെ അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വാചകം എഴുതപ്പെട്ടിട്ടുണ്ട്. 13-ാം അധ്യായം 11-ാമത്തെ വചനമാണ്. മാറ്റത്തിന്റെ തുടക്കമാകട്ടെ ഇവിടെ. ഈ പന്തലിന്റെ ചുവട്ടിൽ ഒരു വിപ്ലവം രൂപപ്പെടട്ടെ. ഈ പന്തലിന്റെ ചുവട്ടിൽ ഒരു ധാർമ്മിക പടകാഹളം മുഴങ്ങട്ടെ. ഈ പന്തലിന്റെ ചുവട്ടിൽ ശിർക്കിന്റെ കോട്ടക്കൊത്തലങ്ങൾക്കെതിരെ തൗഹീദിന്റെ ധ്വജവാഹകരാകാൻ ഒരു വിപ്ലവ ചിന്തയുണ്ടാകട്ടെ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതുന്ന സുന്നത്തിന്റെ കാവലാളുകളാകാൻ ഒരു യുവ ഈ സമൂഹത്തിലുണ്ടാകട്ടെ. തീവ്രവാദത്തിന്റെ അപകടം ഉൾക്കൊണ്ട് തീവ്രവാദത്തിനെതിരെ സ്നേഹത്തിൽ ചാലിച്ച പ്രബോധനം നടത്തുന്ന ഒരു യുവനിര ഇവിടെ ഉണ്ടാകട്ടെ. കർമ്മനൈരന്തത്തിൽ ഏർപ്പെടുന്ന ഒരു യൗവനം ഇവിടെ രൂപപ്പെടട്ടെ. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഞാൻ വ്യത്യസ്ത ദിക്കുകളിലായി ഓർക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. നമ്രൂദിന്റെ കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോ കാലിൽ അദ്ദേഹത്തിന് നേരെ നിൽക്കാമായിരുന്നു, അല്ലേ? ഏതെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ നല്ല ശക്തിയുള്ള കാലോടെ കയറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വാചാലമായി സംസാരിക്കാനുള്ള ബുദ്ധി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ആൽക്കഹോളിക് കണ്ടൻസ് കൊണ്ട് 4 നില കെട്ടിടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്ത 16 വയറ് നിറയെ മദ്യം നിറഞ്ഞു നിന്നിരുന്നു എന്ന വസ്തുത നമ്മൾ അറിയുമ്പോൾ, ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന അറിയപ്പെട്ട കവിയും സാഹിത്യകാരനും ജോൺ ബ്രിട്ടാസിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ ധാരാളം മദ്യപിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ, നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് ആവേശം പകർന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് മദ്യത്തിനടിമയാണെന്നറിയുമ്പോൾ, ഞാൻ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ എന്റെ നെഞ്ചത്തൊരു പുഷ്പമുണ്ടാകുമെന്നും അതിന്റെ ഇതളുകൾ പിച്ചിച്ചീന്തി വ്യത്യസ്ത ദിക്കുകളിൽ നിങ്ങൾ നിക്ഷേപിക്കണമെന്നും പറഞ്ഞ അയ്യപ്പൻ എന്ന് പറയുന്ന കവിയുടെ നെഞ്ചത്ത് ഒരു പിടി ഉറുമ്പുകളായിരുന്നു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അദ്ദേഹവും മൂക്കറ്റം മദ്യപിച്ചിരുന്നു. കവികൾ മദ്യപിക്കുന്ന
സാഹിത്യകാരന്മാർ മദ്യപിക്കുന്ന, രാഷ്ട്രീയ മേലാളന്മാർ മദ്യപിക്കുന്ന, മതപണ്ഡിതന്മാർ മദ്യപിക്കുന്ന ഒരു പുതിയ ലോകത്ത് നാം ഇതാ ഓർക്കുകയാണ്. ഒരു പുതിയ വസന്തം, ഒരു പുതിയ സൂര്യോദയം, ഒരു പുതിയ ജനത, ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പടപ്പാട്ട് അത് രൂപീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചരിത്രം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യനാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി സൃഷ്ടിച്ച ചരിത്രം, യൂസുഫ് നബി സൃഷ്ടിച്ച ചരിത്രം അറിയില്ലേ നിങ്ങൾക്ക്? യൂസുഫ് നബിയെ രാജകൊട്ടാരത്തിൽ സുഖലോലുപനായി സർവ്വ സൗന്ദര്യത്തിന്റെയും എല്ലാ പോരിശയിലും ജീവിച്ച് സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായി പെൺകുട്ടികളുടെ ലഹരിയായി യൗവനം തുടിക്കുന്ന കാലഘട്ടത്തിൽ നീ ഇവിടെ വാ, എന്റെ ഇംഗീതത്തിന് വഴങ്ങൂ എന്ന് പറഞ്ഞപ്പോ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ കുറിച്ച് വിശദീകരിച്ചെടുത്ത് കുടുംബ മഹിമയുള്ള സൗന്ദര്യമുള്ള ഉന്നത കുലജാതയായ ഒരു പെണ്ണ് നിന്നെ വ്യഭിചരിക്കാൻ വിളിക്കുമ്പോ എന്ന് പറയാൻ കാലമാഹദല്ല എന്ന് അബ്ദുൽ അസീസിന്റെ കൊട്ടാരത്തിൽ യൂസുഫ് നബി പറഞ്ഞതാണ്. യൂസുഫ് നബിയിൽ നമുക്കുള്ള മാതൃക യൗവനമായിരുന്നു, രാജകീയ ജീവിതമായിരുന്നു, പ്രൗഢിയായിരുന്നു. അവിടെ സുന്ദരിയായ സുലേഖ ആരുമില്ലാത്ത വിജനതയുടെ മറവിൽ, ഭിത്തിയുടെ മറവിൽ തന്റെ രാജകീയ കൊട്ടാരത്തിൽ പ്രഥമ വനിതയായ രാത്രി തന്നെ വിളിക്കുമ്പോൾ അങ്ങറിയാതെ പോയി നിന്നുകൊടുക്കുന്ന സ്വഭാവമല്ല ആ യൗവനത്തിൻ്റെത് എന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ നമ്മുടെ കൽപ്പന പ്രകാരം പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും അവർ നിങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്തു എന്ന ഖുർആനിന്റെ പരാമർശം സൂറത്ത് യൂസുഫ് പരിശോധിക്കണം, പഠിക്കണം, ആ യുവത്വം സ്വീകരിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കാനുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിന്റെ കട്ടപിടിച്ച മണ്ണിൽ ദഅവത്തിന്റെ പുതിയ ശബ്ദവുമായി കടന്നു വന്നു. വായിക്കുക പ്രവാചക, ലോകത്തന്ധകാരമാണ്. യൂറോപ്പും പേർഷ്യയും ബർബറുകളുടെ നെറികെട്ട കുത്തഴിഞ്ഞ ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ പ്രവാചക തിരുമേനിയുടെ ജന്മമുണ്ടാകുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്ലെൻസ് ദ വേൾഡ് ഡിക്ഷണറിയിൽ പറഞ്ഞു, ഗിബ്ബൺ അദ്ദേഹത്തിന്റെ റോമൻ എംപയർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വാട്ട് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ഗോർഡൻ ചൈൽഡ് പറഞ്ഞു, അതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലഘട്ടത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഇരുട്ടിലായിരുന്നു. കള്ളും പെണ്ണും മദിരാശിയും യുദ്ധവും മൽപിടുത്തവും പഞ്ചപിടുത്തവും ഉക്കാലയിലും ദുൽമജാസിലും യൗവനം മോഹമിക്കപ്പെട്ട അറബ് ജനതയുടെ യുവാക്കളില്ലേ, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കിട്ടി ജീവിച്ച ആ യൗവനമില്ലേ, ആ യൗവനം പിന്നീട് ചരിത്രം സൃഷ്ടിക്കുന്ന യൗവനമായി പരിവർത്തിപ്പിക്കപ്പെട്ടു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 181-ാമത്തെ വചനം, 129-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം 164-ാമത്തെ വചനം. വിശുദ്ധ ഖുർആൻ 62-ാം അധ്യായം 2-ാമത്തെ വചനം. വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. അവരെ റസൂലുള്ളാഹി നന്നാക്കി. എങ്ങനെ 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 വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വിശ്വാസരംഗം, കർമ്മരംഗം, ആചാരരംഗം, അനുഷ്ഠാനരംഗം, സ്വഭാവരംഗം, ജീവിതത്തിന്റെ വ്യത്യസ്ത ദിക്കുകൾ എല്ലാം നന്നാക്കി. എങ്ങനെ? വിശുദ്ധ ഖുർആൻ ഓതി. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകത, യൗവനത്തെ ഏറ്റവും ശക്തമായി രൂപപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഖുർആൻ. ജീവിതത്തെ ഏറ്റവും ശക്തമായി രൂപപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഖുർആൻ. എന്തിനാ ജീവിക്കുന്നത്? ചോദിച്ചു നോക്ക്. കമ്മ്യൂണിസം ലോകത്ത് കടന്നു വന്ന ഒരു ഈസമാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല. ഇവിടുത്തെ CPM അല്ല പറയുന്നത്. കമ്മ്യൂണിസം എന്ന ഈസം അത് കടന്നു വന്നു. മനുഷ്യർക്ക് എന്ത് പ്രതീക്ഷ നൽകി? ആലോചിച്ചോ? മനുഷ്യർക്ക് എന്ത് പ്രതീക്ഷ നൽകി? നൂറ്റാണ്ടുകൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് അതിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളപ്പെട്ട് ഇന്ന് അത് അനന്തശയനത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നീ മരിച്ചാൽ നിനക്കൊന്നുമില്ല, നീ രക്തസാക്ഷിയായാൽ നിനക്കൊന്നുമില്ല. നിന്റെ യൗവനം പാർട്ടിക്ക് വേണ്ടി ഷഹീദായാൽ നിന്റെ പേരിൽ ഞങ്ങൾ രക്തസാക്ഷി മണ്ഡപം കെട്ടും. പിന്നെയോ നിന്നെ വെച്ച് ഞങ്ങൾ പാട്ടപ്പിരിവ് നടത്തും. നിന്നെ വെച്ച് പുതിയ യുവാക്കളുടെ രക്തസാക്ഷിത്വം ഞങ്ങൾ സൃഷ്ടിച്ചെടുക്കും. മരണത്തിന് ശേഷം നിനക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. നിന്റെ ഭാര്യ വിധവയാകും, നിന്റെ മക്കൾ അനാഥരാകും, നിന്റെ മാതാപിതാക്കൾ വയ്യാധാരമാകും.
നിന്നെ വെച്ച് ഞങ്ങൾ മുതലെടുക്കും, ഞങ്ങളുടെ പാർട്ടി വളർത്തും, ഞങ്ങൾ അധികാരത്തിൽ വരും. ഇതല്ലാതെ എന്ത് പ്രതീക്ഷയാണ് രക്തസാക്ഷി മണ്ഡപം കൊണ്ട് യുവാക്കൾക്കുള്ളത്? ചുവന്ന കൊടിയെടുത്ത്, പച്ചക്കൊടിയെടുത്ത്, വെള്ളക്കൊടിയെടുത്ത് ആവേശപൂർവം രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ഓർക്കണേ പ്രിയപ്പെട്ടവരെ, യൗവനമാണ് ഹോമിക്കപ്പെടുന്നത്. സൈക്കിൾ ചെയിനിലൂടെ, വടികളിലൂടെ യുവത്വം കോളേജുകളിൽ നിന്ദിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും അതുപോലെ തന്നെ നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ഗൗരവമായി ഓർക്കണം, എന്റെ യൗവനം എനിക്ക് പ്രയോജനപ്പെടണം, എന്റെ യൗവനം ഇഹലോകത്തും പരലോകത്തും എനിക്ക് പ്രയോജനമുള്ളതാകണം, എന്റെ യൗവനം എന്റെ മാതാപിതാക്കൾക്ക് ഉപകാരമുള്ളതാകണം. അതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അബ്ദുല്ലാഹിബ്നു സുബൈറിനെ ഇവിടെ ഇരിക്കുന്ന യുവാക്കളെല്ലാം മാതൃകയാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ ഉമ്മ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ 100 വയസ്സാണ് അവർക്ക്, അന്ധയാണവർ, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. ആയിഷ ബീവിയുടെ സഹോദരിയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം 100 വയസ്സ് തികഞ്ഞ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു, പലതും നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. എങ്കിലും അവരുടെ മനസ്സന്ധമല്ല, അവരുടെ ഹൃദയം മന്ദമല്ല. കണ്ണിന്റെ കാഴ്ചയില്ല എന്നതൊഴിച്ചാൽ ഉന്നതമായ കാഴ്ച, ഉൾക്കാഴ്ച അത് നേടിയ വനിത അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. യുദ്ധത്തിന്റെ രണഭൂമിയിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സുബൈർ മടങ്ങി വന്നു. യുദ്ധത്തിന്റെ രണഭൂമിയിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു സുബൈർ മടങ്ങി വന്നു. അസ്മാ ബീവി ചോദിച്ചു, മോനെ എന്തിനാ നീ ഇങ്ങ് പോന്നത്? എന്തിനാ മോനെ നീ ഇങ്ങ് പോന്നത്? എന്തിനാ കുട്ടി നീ ഇങ്ങ് പോന്നത്? അപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ പറയാൻ, ഉമ്മ, ശത്രുക്കൾക്ക് ഏറ്റവും ദേഷ്യം എന്നോടാണ്. അവരെന്നെ കൊല്ലുക മാത്രമല്ല, അവരെന്നെ കൊന്നാൽ എനിക്ക് ഭയപ്പാടില്ല. അവരെന്നെ കൊല്ലും, എന്നിട്ട് അവരെന്റെ കൈ മുറിച്ചു മാറ്റും, എന്റെ മൂക്ക് മുറിച്ചു മാറ്റും, എന്റെ കണ്ണ് പറിച്ചു വീണെടുക്കും, എന്റെ കാലവർ മുറിച്ചു മാറ്റും, എന്റെ ഓരോ അവയവങ്ങൾ ഒരു സെപ്പറേറ്റ് കൊണ്ടുപോയി തൂക്കും. അതെനിക്ക് ഓർക്കാൻ വയ്യ ഉമ്മ. ആ മാതാവ്, പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു ഉമ്മ ഉണ്ടോ എനിക്ക് നിങ്ങൾക്കും? അങ്ങനെയുള്ള ഒരു ഉമ്മയുണ്ടോ എനിക്ക് നിങ്ങൾക്കും? അസ്മാ ബീവി അബ്ദുല്ലാഹിബ്നു സുബൈറിനോട് ചോദിച്ചു, എടാ, ആടിനെ അറുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആടിനെ അറുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? ആ ഉമ്മ, ആടിനെ അറുത്ത് കെട്ടിത്തൂക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതേ ഉമ്മ, ആടിനെ അറുത്ത് കെട്ടിത്തൂക്കിയതിന് ശേഷം ആടിന്റെ തൊലി ഉരിഞ്ഞ ആടിന് വേദന ഉണ്ടാവുമോ? ഇല്ല ഉമ്മ. ആടിന്റെ കൈ മുറിച്ച വേദന ഉണ്ടാവോ? ഇല്ല ഉമ്മ. ആടിന്റെ കാല് മുറിച്ച വേദന ഉണ്ടാവോ? ഇല്ല ഉമ്മ. നീ മരിച്ചതിന് ശേഷം നിന്റെ കൈവെട്ടി മുറിച്ച എന്താടാ? ചെല്ല് നോക്കണം. ഒരു മകനെ നോട്ടീസ് ഒട്ടിച്ചതിന്റെ പേരിൽ ഉമ്മ പണങ്ങിക്കിടന്ന കഥയല്ല. ISM-ന് വേണ്ടി, യുവവധത്തിന് വേണ്ടി 1 മണിവരെ നോട്ടീസ് ഒട്ടിച്ചു വന്ന മകനോട് വാതിലടച്ച് പോ പുറത്ത് എന്ന് പറഞ്ഞ ആധുനിക ആമിനമാരുടെ കഥയല്ല, അസ്മാവുമാരുടെ കഥയല്ല ഈ പറയുന്നത്. സ്വന്തം മകനെ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചയക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു മാതാവിന്റെ കഥ. അബ്ദുല്ലാഹിബ്നു സുബൈർ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അബ്ദുല്ലാഹിബ്നു സുബൈറിനെ അസ്മാ ബീവി ആലിംഗനം ചെയ്തു, മാറോട് ചേർത്ത് പിടിച്ചപ്പോ പെട്ടെന്ന് തന്നെ ആ വനിത കൈവലിച്ചു കളഞ്ഞു. എത്ര ഭീരുവാണോ നീ! പടച്ചട്ട ധരിച്ചിട്ടുണ്ടല്ലേ, പടച്ചട്ട ധരിച്ചിട്ടുണ്ടല്ലേ, ശത്രുക്കളുടെ കുത്തേൽക്കാതിരിക്കാൻ നീ പടച്ചട്ട ധരിച്ചിട്ടുണ്ടല്ലേ, നിനക്ക് ഭീരുത്വമുണ്ടല്ലേ, ആ പടച്ചട്ട അയച്ചു മാറ്റ്. നിന്റെ ശരീരത്തിന്റെ ഓരോ ഇഞ്ചുകളിലും വാൾത്തലപ്പുകൾ കൊണ്ട് ആ രോമകൂപങ്ങളിൽ നിന്ന് രക്തം വരുന്നത് ഈ മാതാവ് ഇഷ്ടപ്പെടുന്നു അല്ലാഹുവിന്റെ മാർഗത്തിൽ. അതിനാ ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചത്, അതിനാ ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചത്. കള്ളു കുടിക്കാനല്ല, യൗവനം പായ്വേലയാകാനല്ല, സ്ത്രീധനം വാങ്ങാനല്ല, മാതാപിതാക്കളുടെ നേരെ കുതിര കയറാനല്ല. നിന്റെ യൗവനം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട യൗവനമാകാനാണ്. ആ പടച്ചട്ട അയച്ചിടിച്ചു. ആ കുഞ്ഞിന് വേണ്ടി മാതാവ് പ്രാർത്ഥിച്ചു. ആരാ ഇനി ഉള്ളത്? മോനെ, നീ അല്ലാതെ എനിക്ക് ആരാ ഉള്ളത്? നീ പോവാണോ എന്നല്ല ചോദിക്കുന്നത്. മോനെ, നീ ഇല്ലെങ്കിലും എനിക്ക് റബ്ബുണ്ടാവും. ഉണ്ടോ? അങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടോ നമുക്ക് ഇരിക്കുന്ന യുവാക്കളിൽ ആർക്കെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു ഉമ്മ? ISM-കാരാ നമ്മള്, MSM-കാരാ നമ്മള്. അങ്ങനെ ഒരു ഉമ്മയുണ്ടോ? ഉണ്ടോ? എന്നിട്ടോ ഇനിയാണ് വിഷയം. കർമ്മനിരതമായ യൗവനം എന്നതിന്റെ പൂർത്തീകരണം ഇനിയാ കേട്ടോ. ആ മകനെ ആലിംഗനം ചെയ്ത്, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ച്, ആ ഉമ്മ മകൻ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. അതാണ് ഒരു ഉമ്മ മകനെ ഇഷ്ടപ്പെട്ടതിന്റെ ചിത്രം. അതാണ് കർമ്മനിരതമായ യൗവനത്തിന്റെ ഉദാഹരണം. ആ ഉമ്മ പറയാൻ, അല്ലാഹുവേ എന്റെ മോൻ
നോക്കണേ, ഉമ്മാന്റെ ക്ലീൻ സർട്ടിഫിക്കറ്റ്. ഉമ്മ തൃപ്തിപ്പെട്ട സ്വർഗ, ബാപ്പ തൃപ്തിപ്പെട്ട സ്വർഗ. അല്ലാഹുവേ, എന്റെ മോൻ പാതിരാത്രിയിൽ കേട്ടോളൂ, ഒരു കർമ്മനിരതമായ യൗവനത്തിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം എന്തറിയോ? ജിബ്രീൽ റസൂലിനോട് സംസാരിച്ചു. ആ സംസാരിച്ചതിലെ ഒന്നാമത്തെ കാര്യം അങ്ങ് രാത്രി നിന്ന് നമസ്കരിക്കുക എന്നതാണ്. കർമ്മനിരതമായ യൗവനത്തിന്റെ ഒന്നാമത്തെ കാര്യം രാത്രി നിന്ന് നമസ്കരിക്കാൻ യുവാവിന് സാധിക്കുന്നു എന്നുള്ളതാണ്. കേട്ടോളൂ, അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, അല്ലാഹുവേ, എന്റെ മോൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുമ്പോ പാതിരാത്രിയിൽ കാലിൽ നീര് കെട്ടുമാറ് എന്റെ മോൻ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓർക്കണം, ഒരു ഉമ്മ പറയാ, രാത്രി എണീറ്റു, ഉമ്മ എണീറ്റപ്പോ മകനുണ്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, ഇന്റർനെറ്റിന്റെ മുമ്പിൽ സെക്സ് ആസ്വദിക്കുന്നു. ആ മക്കളല്ല ഉമ്മ എഴുന്നേറ്റപ്പോ കണ്ടത് 12 മണിക്ക് 2 മണിക്ക് വാതില് തുറന്ന് ഉമ്മാനെ ചതിച്ച് വഞ്ചിച്ച് വൈകുതിരി വട്ടത്തിലെ പാതിരാത്രിയിലെ മീറ്റിംഗ് കൂടാൻ പോപ്പുലർ ഫണ്ടിന്റെ ഓഫീസിൽ പോകുന്ന കാഴ്ചയല്ല, രാത്രി നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് കെട്ടുന്ന കാഴ്ച. മനസ്സിലായോ? ഒരു ഉമ്മ പറയാൻ, പടച്ചോനെ, എന്റെ മോൻ രാവ് മുഴുവനും നിന്ന് നമസ്കരിച്ചു. അന്ന് ലോകം യുവാക്കൾ കൂർക്കം വലിച്ചുറങ്ങി. എന്റെ മോനെ നീ നിന്നനാക്കരുത് റബ്ബേ. ഓർക്കണം, ഒരു ഉമ്മ പ്രാർത്ഥിക്കുകയാണ് മകന് വേണ്ടി. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണെന്നറിയോ? അല്ലാഹുവേ, എന്റെ മോൻ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന പകലിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു നടക്കുമ്പോ എന്റെ മോൻ നോമ്പുകാരനായിരുന്നു, എന്റെ മകൻ നോമ്പുകാരനായിരുന്നു. കണ്ടോ, കള്ളുകുടിയനായിരുന്നില്ല, അല്ല, യഥേഷ്ടം ഭക്ഷിച്ചു നടന്ന ആളായിരുന്നില്ല. എല്ലാം മറന്ന് യൗക്കുലുന കമാ തൗക്കുലുൽ അൻആം എന്നൊരവസ്ഥ അവനുണ്ടായിരുന്നില്ല. എന്റെ മകൻ നോമ്പുകാരനായിരുന്നു. അവനെ നിന്ദിക്കരുത്. മൂന്നാമത്തെ കാര്യം, അതാണ് നമുക്കൊക്കെ ഇല്ലാതെ പോകുന്ന മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, അല്ലാഹുവേ, എന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണ്. മാതാപിതാക്കളുടെ തൃപ്തി നേടിയ എന്റെ മോൻ, എന്റെ തൃപ്തി അവനുണ്ട്. ആ എന്റെ മോനെ നീ നിന്ദിനാക്കരുത്. പ്രിയപ്പെട്ടവരെ, ആ യുദ്ധഭൂമിയിൽ അസ്മാ ബീവി പിന്നീടെത്തുന്ന രംഗം ചരിത്രം വീണ്ടും വിശദീകരിക്കുകയാണ്. അസ്മാ ബീവി വരുന്നോടെ പറഞ്ഞ പോലെ മകന്റെ അവയവങ്ങൾ വ്യത്യസ്ത ദിക്കുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അസ്മാ ബീവിയോട് ചോദിച്ചു, മോനെ കൊണ്ടുകൊണ്ടേ, മോന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുകൊണ്ടേ? അസ്മാ ബീവി പറഞ്ഞു, ഇല്ലടാ, ആവശ്യമില്ലടാ. എന്റെ മോനെ വ്യത്യസ്ത ദിക്കുകളിൽ നിങ്ങൾ കെട്ടിയില്ലേ? അവനങ്ങ് സ്വർഗത്തിലെത്തിയ കാഴ്ച ഞാനിവിടെ നിന്ന് അനുഭവിക്കുകയാണ്. ആവശ്യമില്ലടാ നിങ്ങളുടെ ഈ ഭൗതിക ശരീരം എന്റെ മോന്റെ, കൊണ്ടുപോയി പുഴുങ്ങിത്തുന്നു. അതാ ഉമ്മ. അങ്ങനൊരു ഉമ്മ ഉണ്ടാവണം, അങ്ങനൊരു മകനാവണം. കർമ്മനിരതമായ യൗവനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥകളിൽ ഒന്നിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവായിരുന്നല്ലോ, അല്ലേ? ജീവിതത്തിൽ ഒരു തിന്മക്കും വശംവദനാകാത്ത നബി കരീം സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. എന്താണ് നമ്മുടെ നാടുകളിൽ സംഭവിക്കുന്ന ദുരന്തം? നിങ്ങൾ നോക്ക്, കർമ്മനിരതമായ ഒരു ജീവിതം, ഒരു വലിയ സദസ്സ്, സഹാബികളിരിക്കുന്ന സദസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇന്ന് ആരെങ്കിലും നോമ്പുകാരാണോ? ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും നോമ്പുകാരാണോ? ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അതെ, ഞാനിന്ന് നോമ്പുകാരനാണ്. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ഇന്ന് നിങ്ങളിൽ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ചിന്തിക്കണേ യുവാക്കളെ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ഒരു യുവാവ് എഴുന്നേറ്റ് നിന്നു, അതെ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, ഇന്ന് ആരെങ്കിലും രോഗികളെ സന്ദർശിച്ചിട്ടുണ്ടോ? വീണ്ടും ഒരാൾ എഴുന്നേറ്റ് നിന്നു, അതെ. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ഇന്ന് ആരെങ്കിലും മയ്യത്ത് നിസ്കരിക്കുകയും മയ്യത്തിനെ പിന്തുടരുകയും ചെയ്തിട്ടുണ്ടോ എന്ന പ്രവാചക തിരുമേനിയുടെ ചോദ്യം. ഒരാൾ എഴുന്നേറ്റ് നിന്നു. ആരാണാ ഒരാൾ? നിങ്ങളുടെ മുഴുവൻ ഈമാൻ ഒരു തുലാസിലും അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തുലാസിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനിയാണ് ഏറ്റവും ശ്രദ്ധേയമായ, ഇതിനോട് ചേർത്ത് കർമ്മനിരതമായിരുന്നു. രോഗിയെ കാണുന്നു, രോഗിയെ സന്ദർശിക്കുന്നു, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുന്നു, മയ്യത്ത് നിസ്കരിക്കുന്നു, എവിടെ ആര് മരിച്ചു എന്നറിയുന്നു, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നു. യുതഈമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുതഈമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ നബൂസൻ കംതരീറാ. അല്ലാഹനെ പേടിച്ചിട്ട്, അല്ലാഹനെ ഭയപ്പെട്ടിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന, ബന്ധനസ്ഥർക്ക് ഭക്ഷണം കൊടുക്കുന്ന കർമ്മനിരതമായ ഒരു ജീവിതം
ജീവിതം. സൂറത്ത് ഇൻസാൻ മനുഷ്യനെന്ന അധ്യായം 8, 9, 10 വചനങ്ങളിൽ അള്ളാഹു പറയുകയാണ്, മാ സലക്കുക്കും ഫീ സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പോയത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങളുടെ ജീവിതം കർമ്മനിരതമായിരുന്നില്ല. കണ്ടോ, ഞങ്ങളുടെ ജീവിതം കർമ്മനിരതമായിരുന്നില്ല. 74 അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനം, ഖുദൂഹു ഫഹുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലു, പിടിക്കവരെ, പിടിച്ച് നരകത്തിലേക്ക് എറി. എന്താ കാരണം? അവർ അല്ലാഹുവിനെ വിശ്വസിച്ചിരുന്നില്ല, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിരുന്നില്ല, കർമ്മനിരതമായിരുന്നില്ല അവരുടെ ജീവിതം. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ അബുൽ മസാക്കീൻ, പാവങ്ങളുടെ പിതാവ് എന്ന് വിളിക്കപ്പെട്ടിരുന്നു. മേധാപ്പാർക്കരുടെ കഥയല്ല, അരുന്ധതി റോയിയുടെ കഥയല്ല, ഗോപാൽ മേനോന്റെ കഥയല്ല, ആനന്ദ് പട്വർദ്ധന്റെ കഥയല്ല, അതുപോലെ തന്നെ ബാബാംസയുടെ കഥയല്ല, മദർ തെരേസയുടെ കഥയല്ല. മദീനത്ത് അഹ്ലുസ് സുഫത്ത് എന്ന് പറയുന്ന പട്ടിണി കിടക്കുന്ന 300 പേർക്ക് എന്നും മിഷ്ടാന്ന ഭോജനം നൽകിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്നിട്ട് ഒലീവെണ്ണയും ഉണങ്ങിയ കാരക്കയും റൊട്ടിയും തിന്ന് ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ എത്തുമെന്നുറപ്പുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, എന്തിനധികം മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ ഒരു പ്രത്യേകത, ദുർബലനായി, ശാരീരികമായി ദുർബലനായി, വിശ്വാസപരമായി ഉന്നതമായി. ഹദീസുകളിൽ നോക്കൂ, സഹാബികളിൽ ഏറ്റവും ചെറിയ പ്രായമുള്ളവർ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്, 13 വയസ്സാ. റയീസുൽ മുഫസ്സിരീനാൻ, നബി തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാളാ, പണ്ഡിതന, ആലിമ, ഇരുത്തം വന്ന ആലിമ. റസൂലുള്ളാഹിന്റെ തഫ്സീർ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തഫ്സീർ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന്റേത്. തഫ്സീർ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് യുവാവായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, എത്രയെത്ര ചെറുപ്പക്കാർ, എത്രയെത്ര ചുറുചുറുക്കുള്ളവർ കുഞ്ഞുങ്ങളായി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുരുകുലത്തിൽ നിന്ന് വിജ്ഞാനം പകർന്ന് ഹദീസിന്റെ ഭണ്ഡാരമായി മാറിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറഞ്ഞ ഒരു വാക്ക് ഓർക്കണം. ഈ യുവാക്കളെ, MSMകാരെ, ISMകാരെ, KNMകാരെ ഓർക്കണം. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ഞാൻ ഒരു ദിവസം ദുഃഖിക്കാറുണ്ട്. ഏതാണ് ആ ദിവസം? സൂര്യൻ അസ്തമിച്ചു പോകുന്ന ഒരു ദിവസമാണ്. അന്ന് സൂര്യൻ അസ്തമിച്ചു പോകും. എങ്ങനെയാന്ന് സൂര്യൻ അസ്തമിക്കുക? ഒരു കർമ്മവും ചെയ്യാതെ. ഒരു കർമ്മവും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചൊരു സേവനം, എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഒരമല് ചെയ്യാതെ സൂര്യൻ അസ്തമിക്കുന്ന ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നത് എന്താ? സൂര്യൻ അസ്തമിച്ചു പോകുന്നു, നന്മ ചെയ്യാതെ, പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ, കഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കാൻ, ഉമ്മാക്ക് സംരക്ഷിക്കാൻ, ഉമ്മാക്ക് കാവലിരിക്കാൻ, സൈനുൽ ആബിദീനെ പോലെ ഉമ്മാന്റെ കാലി തടവി നേരം വെളുപ്പിക്കാൻ, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിനെ പോലെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് നേരം വെളുപ്പിക്കാൻ, സൈനുൽ ആബിദീൻ ഉമ്മയുടെ ഭക്ഷണ തരികയിൽ നിന്ന് ഉമ്മ നോട്ടമിട്ട ഭക്ഷണത്തിലേക്ക് നോക്കി ഭക്ഷണം കഴിക്കാതെ മാറി നിന്ന ആ കർമ്മോത്സുകരായ പൂർവികന്മാരുടെ പാതയുണ്ടല്ലോ, ആ പാത ഓർക്കണം. ആ പാതയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. യുവകോമളൻ, സൗന്ദര്യവാൻ, അദ്ദേഹം പൂശിയ സുഗന്ധം, അദ്ദേഹം ധരിച്ച ഡ്രസ്സുകൾ, ആ നാട്ടിന്റെ കണ്ണിലുണ്ണി, സ്ത്രീകളുടെ രോമാഞ്ചം. മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നെയോ മദീനയിലെ ഇസ്ലാമിന്റെ ദേവത്തിന് വേണ്ടി കർമ്മോത്സുകനായി പോവുകയാണ്. അവിടെ ചെന്ന് പ്രസംഗിക്കുന്നു, വാചാലമാകുന്നു, ശത്രുക്കൾ ആയുധമേന്തുന്നു. മിസ്അബ്, ഞങ്ങളുടെ പാരമ്പര്യ ദൈവങ്ങളെ നീ കുറ്റം പറയുകയോ, നിന്നെ കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. അവിടെ പോരാടുന്നു. ഉഹദിന്റെ രണഭൂമിയിൽ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഉമ്മ കെട്ടിയിട്ടു മിസ്അബ് റളിയല്ലാഹു, ഉമ്മ പീഡിപ്പിച്ചു മിസ്അബ് റളിയല്ലാഹു. എന്തിന്റെ പേരിൽ? ഇല്ല അയ്യഖൂലു റബ്ബുനല്ലാഹ്, ഇല്ല അയ്യഖൂലു റബ്ബുനല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണത്താൽ സഹോദരങ്ങളെ, ആ മിസ്അബ് ഉഹദിന്റെ രണഭൂമിയിൽ നബിയോട് ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാലോ, സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം മിസ്അബിന്റെ ചുണ്ടുകളിൽ ഉച്ചരിക്കപ്പെട്ട് പിന്നീട് ജിബ്രീലിലൂടെ അവതരിപ്പിക്കപ്പെട്ടതാണ്. റസൂലിന്റെ മുമ്പിൽ നിൽക്കുകയാണ് മിസ്അബ്. അബൂ തൽഹത്തുൽ അൻസാരിയും, നബിയേ, അങ്ങേ എന്റെ ശിരസിന് നേരെ അങ്ങയുടെ ശിരസ് വെക്കണം നബിയേ, എന്റെ മാതാപിതാക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം. മിസ്അബ് റളിയല്ലാഹു മരിച്ചു വീണ് കിടക്കുന്നത് കമയുന്നുകൊണ്ടാണ്. വായിലേക്ക് മണൽ കയറി മിസ്അബിനെ വാരിയെടുത്ത് റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകി. കാരണം മിസ്അബിന്റെ കൈകളിലെ കൊടി, മിസ്അബിന്റെ വലത് കൈ ഛേദിക്കപ്പെട്ടു, ഇടത് കൈയിലേക്ക് കൊടി മാറിപ്പിടിച്ചു, ഇടത് കൈ ഛേദിക്കപ്പെട്ടു, കക്ഷത്തിൽ കൊടി ചേർത്ത് പിടിച്ചു, നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു, നെഞ്ചകത്ത് വെട്ടേറ്റ് അല്ലാഹുവിന്റെ റസൂല് കൊല്ലപ്പെടുമെന്ന് മിസ്അബ് ചിന്തിച്ചിട്ടുണ്ടാവണം, മിസ്അബ് ഉറപ്പിച്ചിട്ടുണ്ടാകണം. മിസ്അബ് റളിയല്ലാഹു അൻഹു
അല്ലാഹുവേ, പൂർവ്വപ്രവാചകന്മാർ മരിച്ചു പോയിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലും മരിക്കുമെന്ന് പറഞ്ഞ് മുഖംഗമയിൽ വീണപ്പോ എന്റെ റസൂൽ എന്ന് കൊല്ലപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് മുഖംഗമയിൽ ആ കാഴ്ച എനിക്ക് കാണണ്ട എന്ന നിലക്ക് മിസബിനെ കിടന്നു. ആ മിസബിനെ വാരിയെടുത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ മിസബിനെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിലും ഞാൻ മിസബിനെ കണ്ടിട്ടുണ്ട്, സുന്ദരൻ സുമകൻ എന്നിതാ ഒരു പുതപ്പ്, അത് തലപുതച്ചാൽ കാല് പുറത്ത്, കാല് പുതച്ചാൽ തലപുറത്ത്. എന്തൊരവസ്ഥയാണ്! ഖബ്ബാബ് ബിൻ ഹർറത്ത് റളിയല്ലാഹു അൻഹു ഈ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ യൗവനം ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അതെ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദുആ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. യുവജന പ്രസ്ഥാനങ്ങൾ. ഇനി ഞാൻ പറയുന്ന വാചകം ISM-കാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം. അസ്ഹാബുൽ ഖൗഫിന്റെ കഥ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു തരുന്നൊരു കാര്യം, ഒരു നാട്, ആ നാട്ടിലൊരു രാജാവ്, ആ നാട്ടിൽ കുറെ പ്രമാണിമാർ, ആ നാട്ടിൽ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെട്ടു. അവിടെ ഒരു പറ്റം യുവാക്കൾ, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്, സത്യപ്രകാരം കൃത്യമായി ആ യുവതയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അവരാരാ? അവരൊരു പറ്റം യുവാക്കളായിരുന്നു. യുവാക്കളെ, അവരുടെ ഐഡന്റിറ്റി എന്താ? ഇന്നത്തെ ISM-ന്റെ ഐഡന്റിറ്റി. അവരുടെ പ്രത്യേകത SIO-ന്റെ പ്രത്യേകതയല്ല, അവരുടെ പ്രത്യേകത പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രത്യേകതയല്ല, അവരുടെ പ്രത്യേകത SYS-ന്റെ പ്രത്യേകതയല്ല, അവരുടെ പ്രത്യേകത DYFI-യുടെ പ്രത്യേകതയല്ല, അവരുടെ പ്രത്യേകത KSC-യുടെ പ്രത്യേകതയല്ല, അവരുടെ പ്രത്യേകത ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സെക്രട്ടറി പ്രത്യേകതയല്ല, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയല്ല. അവരുടെ പ്രത്യേകത ഇന്നത്തെ ISM-നുള്ള പ്രത്യേകതയാണ്. എന്താണത്? അവർ പറഞ്ഞു, അല്ലാഹുവിനോടല്ലാതെ ഒരു ശക്തിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. അവരുടെ പ്രഖ്യാപനം അതായിരുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് അന്യായമായ വാക്കാൻ, അത് ഞങ്ങൾ പറയില്ല. ഇല്ല, അത് പറയില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അവനോട് മാത്രമേ വിളിച്ചു തേടൂ. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന വാക്ക് അന്യായമായ വാക്കാൻ, അത് ഞങ്ങൾ പറയില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാട് വിട്ടു പോരേണ്ടി വന്നവർ, 309 കൊല്ലം അല്ല ഉറക്കിക്കിടത്തിയവർ, ലോകത്തിന് മാതൃകയായവർ, അല്ല ഇഷ്ടപ്പെട്ട വലിയകൾ. 18-ാം അധ്യായം 13-14 വചനങ്ങൾ. നമ്മൾ എവിടെ നിൽക്കുന്നു? ആ യൗവനമാണ് നമ്മുടെ യൗവനം. ISM-നെ ഇതൊരു യുവജന പ്രസ്ഥാനമാണ്. ഇതിന് കൃത്യമായ അജണ്ടയുണ്ട്. അമ്പിയാക്കൾ വെട്ടിത്തുറന്ന വഴി, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാകുന്നു ചൊവ്വായ മത, ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹു വാഹിദ്, ഹാദാ ബലാഉൽ ലിന്നാസ്. ഇത് മാനവരാശിക്ക് ആഗമനമുള്ള മാർഗദർശനമാണ്, അവർക്കുള്ള താക്കീതാണ്. അവരറിയണം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നത്. പാരല കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, പ്രൊഫഷണൽ കോളേജുകളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരോട് പറയാൻ കഴിയണം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്നത്. നിന്റെ യൗവനം അതിനു വേണ്ടിയാകണം, നിന്റെ യൗവനം അതിനു വേണ്ടിയാകണം, നിന്റെ ജീവിതം അതിനു വേണ്ടിയാകണം. ISM ശ്രദ്ധിച്ചതാ, അതിലൂടെയാണ് പരിവർത്തനം. ഖുൽ തഅലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബില്ലാഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന ഖുൽ യാ അഹ്ലൽ കിതാബി തഅലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് ഫലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ. ഖുർആനിലെ 3-ാം അധ്യായം 64-ാമത്തെ വചനം, ഖുർആനിലെ 29-ാം അധ്യായം 46-ാമത്തെ വചനം, ഖുർആനിലെ 16-ാം അധ്യായം 125-ാമത്തെ വചനം, ഖുർആനിലെ 14-ാം അധ്യായം 52-ാമത്തെ വചനം, ഖുർആനിലെ 12-ാം അധ്യായം 108-ാമത്തെ വചനം. ഇതാകുന്നു ഞങ്ങളുടെ മാർഗം. അദൂ ഇലല്ലാഹ്, അദൂ ഇലല്ലാഹ്, അദൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. യൗവനം, കർമ്മനിരതമായ യൗവനം, റോട്ടിൽ കല്ലേറുകൊള്ളുന്ന യൗവനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഏറുകൊണ്ട യുവത്വം, അതാ നമ്മുടേത്. അല്ല ഇല്ല, അള്ളാന്റെ വായു ശ്വസിച്ച്, അള്ളാന്റെ വെള്ളം കുടിച്ച്, അല്ല ഇല്ല എന്ന് പറഞ്ഞ് മരണാനന്തര ജീവിതമില്ലെന്ന് പറഞ്ഞ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ, യുവജന പ്രസ്ഥാനത്തിന്റെ മെമ്പറാകാൻ എന്തൊരാവേശമാണ്! അള്ളാന്റെ വായു ശ്വസിച്ച് നന്ദി കെട്ടവനാകാൻ എന്തൊരാവേശമാണ്! ആലോചിക്കണം, യുവസമൂഹം ആലോചിക്കണം. അല്ലേ ആലോചിക്കണം. നിരീശ്വരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, നിരീശ്വരത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ നേതാക്കന്മാരാക്കുന്ന, അവര് വന്നാൽ അവരെ ഒന്ന് കാണാൻ ആവേശപൂർവ്വം വരുന്ന യുവാക്കളെ ഇസ്ലാമിക സമൂഹം എവിടെ നിൽക്കുന്നു? യുവാക്കൾ നിങ്ങൾ നോക്കൂ. മമ്മൂട്ടി അവരുടെ ഹരമാണ്, മോഹൻലാൽ അവരുടെ ഹരമാണ്, സച്ചിൻ ടെണ്ടുൽക്കർ അവരുടെ ഹരമാണ്,
അതെ, ഫുട്ബോൾ താരങ്ങൾ അവരുടെ ഹരമാണ്. അല്ലേ അല്ലേ? ആലോചിച്ചു നോക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നമുക്ക് മാതൃകയായോ? അലി റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയായോ? ഇരുമ്പിന്റെ പടച്ചട്ടലണിച്ച് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാർത്തം ചെയ്തെടുത്തപ്പോ അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണോ? ഹുബൈബിനെ കുരിശിലേറ്റാൻ കൊണ്ടുപോകുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണോ? ആസിം റളിയല്ലാഹു നമുക്ക് മാതൃകയാണോ? ജീവത്തുറ്റവരുടെ ചരിത്രം നമ്മൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നതാണ് സഹോദരങ്ങളെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, യുവസംഘടനകൾ ലോകത്ത് യുവാക്കളുടെ കർമ്മശേഷി ഉപയോഗിക്കുന്നതിൽ അവർക്ക് സംഭവിച്ച ഒരു പിഴവ്, യുവാക്കളെ അവർ നെഗറ്റീവായി ഉപയോഗിച്ചു എന്നുള്ള വളരെ പ്രധാനമായ കാര്യമാണ്. അവരുടെ യൗവനം അവർക്ക് വേണ്ടി ഒരു യുവതയെ അവർ കേസ് ചെയ്തു. എന്തിനു വേണ്ടി? അപമാന വികരണത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി. യുവാക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഇന്നലെ രാത്രി ഇതുവഴി കടന്നു പോകുമ്പോ 1.5 മണിക്ക് പോലും ചെറിയ കുട്ടികൾ ഡിവൈഡറിൽ പോലും, റോഡിന്റെ ഡിവൈഡറിൽ പോലും യുവാക്കൾ മുട്ടുകുത്തി നിരങ്ങുന്ന കാഴ്ച, വാഹനങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് മദ്യപിക്കുന്ന കാഴ്ച. 84 പള്ളികളുള്ള പൊന്നാനി, ഈ അടുത്ത പ്രദേശമായ പൊന്നാനി, അവിടെയാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം യുവാക്കൾ കള്ളുകുടിക്കുന്ന സ്ഥലം. കോട്ടക്കലും തിരൂരും കള്ളുകുടിച്ചു തള്ളുന്ന ഒരു യുവതലമുറ ഒരു ദിവസം 77 ലക്ഷത്തിന് മദ്യപിക്കുന്ന കാഴ്ച ഈ സമൂഹത്തിന്റെ കാഴ്ചയായി നമ്മൾ കാണുകയാണ്. എന്താണ് ഇതിന് പ്രധാനമായ കാരണം? ഈ കാരണത്തിലേക്കും കൂടെ ഒരു 5 മിനിറ്റ് വെളിച്ചം വീശാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്റെ വിഷയാവതരണം അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിലൂടെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു യങ്ങുണ്ടായിരുന്നു, ഒരു സമൂഹമുണ്ടായിരുന്നു. ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി ആ യുവതലമുറയെ നന്നാക്കി. അവർ നന്നാകുകയായിരുന്നു. ഒരു യുവാവ് റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, എനിക്ക് വ്യഭിചരിക്കണം, അതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതെന്റെ ജീവൽഗന്ധിയായി മാറിയ കാര്യമാണ്, എന്റെ ജാഗരീയത്തിന്റെ അടയാളമാണ്. വേറെ എന്ത് നന്മയും ഞാൻ ചെയ്യാം, വേറെ എല്ലാ തിന്മയും ഞാൻ വിട്ടു നിൽക്കാം, എനിക്ക് വ്യഭിചരിക്കാതെ വയ്യ. റസൂലുള്ളാഹി അയാളെ ഉപേക്ഷിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ചേർത്ത് പിടി. എന്നിട്ട് ചോദിച്ചു, നിന്റെ ഉമ്മ, നീ ഒന്ന് സങ്കല്പിക്ക്, നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്ന നീ ഇഷ്ടപ്പെടുമോ? ആലോചിക്കണം, നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. നിന്റെ ഭാര്യയെ ഒരാൾ ഉപയോഗിക്കുന്ന നീ ഇഷ്ടപ്പെടുമോ? ഇല്ല. നിന്റെ മകളെ നീ ഇഷ്ടപ്പെടുമോ? നിന്റെ പെങ്ങളെ നീ ഇഷ്ടപ്പെടുമോ? ഇല്ല നബിയെ, ചിന്തിക്കാൻ വയ്യ, ഞാനവനെ തട്ടിക്കളയും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, എങ്കിൽ നീ നശിപ്പിക്കുന്ന ഏതൊരു പെണ്ണും ഒന്നെങ്കിൽ ഒരാളുടെ ഉമ്മ, അല്ലെങ്കിൽ ഒരാളുടെ ഭാര്യ, അല്ലെങ്കിൽ ഒരാളുടെ സഹോദരി, അല്ലെങ്കിൽ ഒരാളുടെ മകൾ, ഇതല്ലാത്ത ഒന്നും ഒരു പെണ്ണിന്റെ അവസ്ഥ ഉണ്ടാവില്ല. ആ ഉപദേശം അയാൾക്ക് ഫലപ്പെട്ടു, അയാൾ നന്നായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് നന്നാവണം, സ്വർഗത്തിൽ പോകണം, എന്തുണ്ട് വഴി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചു. ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. വലിയൊരു മെസ്സേജാണിത്. അണുമണിത്തൂക്കം. അദ്ദേഹം ചോദിച്ചു, അണുമണിത്തൂക്കമോ നബിയെ? അതെ, അണുമണിത്തൂക്കം. അണുമണിത്തൂക്കമോ നബിയെ? അതെ, അണുമണിത്തൂക്കം. അങ്ങനെ അദ്ദേഹം മിസ്കാല ദർറ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂമി ലോകത്ത് നിന്ന് സ്വർഗത്ത് പോകുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചു. ആ ആളാണിത് എന്ന് പറഞ്ഞു. അല്ലേ? അയാൾ തീരുമാനിച്ചത് എന്താ? ഇവിടെ ഈ ഇരിക്കുന്ന പന്തലിലിരിക്കുന്ന യുവാക്കളോട് നെഞ്ചത്ത് കൈവച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കണം. ഇന്ന് ഈ പന്തലിന്റെ ചുവട്ടിൽ ഒരു തീരുമാനമെടുക്കണം. അണുമണിത്തൂക്കം നന്മയായി എന്തുണ്ടോ അത് ഞാൻ സ്വീകരിക്കും, അണുമണിത്തൂക്കം തിന്മയായി എന്തുണ്ടോ അത് ഞാൻ ഉപേക്ഷിക്കും. എന്റെ കൈകൾ അന്യനെ തലോടാനുള്ളതാണ്, എന്റെ കൈകൾ അന്യനെ ഉപദ്രവിക്കാനുള്ളതല്ല. എന്റെ കൈകൊണ്ട് ഒരു കല്ല് പൊതുമുതലിന് ഞാൻ എറിയില്ല, ഒരു അന്യന്റെ നെറ്റിത്തടം ഞാൻ കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയില്ല, എന്റെ കയ്യിൽ ഞാൻ കടാരി എന്തുകയില്ല, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ മദ്യപിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്തിന് വലിയൊരു ദുരന്തമുണ്ട്. എന്തെന്നറിയുമോ? ഒരു നാട്ടിൽ ചെന്ന് ഒരാളിങ്ങനെ, ഒരു മാന്യനായ ഒരാള് ഇങ്ങനെ ഇടപെട്ടപ്പോ നിങ്ങൾ അയാളടുത്തേക്ക് പോകണ്ട കേട്ടോ. എന്താ പോയാൽ? അയാൾ മുഴുകുടിയനാണ്, തോന്നിയാസം പറയും, കള്ളുകുടിയനാണ്, അയാളടുത്ത് നിങ്ങൾ പോണ്ടാറ്. അപ്പൊ ഇയാൾ ഇവരോട് ചോദിച്ചു, ഇത് പറഞ്ഞവരോട് ചോദിച്ചു, ശ്രദ്ധിക്കണം, യുവാക്കളെ ശ്രദ്ധിക്കണം. അവര് പറഞ്ഞു, എന്താ പറയുന്നത് കേട്ടോളൂ. നിങ്ങൾ അയാൾ മദ്യപാനിയാണ്, അയാൾ പോക്കാണ്, അയാൾ പിഴച്ചവനാണ് എന്ന് പറയുകയല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അയാളോട് മദ്യപിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇല്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അല്ലേ? നമ്മളൊക്കെ എങ്ങനെ? ഒരു ഖതീബ് പോലെ എന്താ അവസ്ഥ? ഒരുപാട് ആളുകളുടെ കുറ്റം ഇങ്ങനെ പറയും,
അല്ലേ? ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയല്ലേ ഇത്? വൽമുഖ്മിനൂന വൽമുഖ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. ഓർക്കണം, 9-ാം അധ്യായം 71-ാമത്തെ വചനം. സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ്. ഒരൊറ്റ വീടും, ഞാനിതാ പറയുന്നത്, ഒരു മുജാഹിദ് ജീവിക്കുന്ന ഒരു പ്രദേശം, 50 വീടുകളുടെ നടുവിൽ 50 RSSകാരുടെ വീട്, 50 കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്, 50 സമസ്തക്കാരുടെ വീട്, ഏതോ ആവട്ടെ, മറ്റുള്ള വിശ്വാസാചാരങ്ങൾ ഉൾക്കൊള്ളുന്ന 50 വീടുകളുടെ നടുവിൽ ഒരു മുജാഹിദ് പ്രവർത്തകൻ ജീവിച്ചിട്ട് ആ 50 വീടുകളിൽ മുജാഹിദെ നീ കയറിയിറങ്ങുന്നില്ലെങ്കിൽ നീ അമ്പിയാക്കളുടെ പാതയിലല്ല. ഒരു നബിയും യൗവനത്തെ പാഴ്വേലയായി കണ്ടിട്ടില്ല. ഒരു നബിയും ഒരു ജനതയെ അവഗണിച്ചിട്ടില്ല. എനിക്ക് മുജാഹിദുകളോട് പറയാനുള്ളതാണ്, ഒരൊറ്റ മനുഷ്യനെയും വിട്ടുകളയരുത്. സകല മനുഷ്യരോടുമാണ് നമ്മുടെ ദൈവത്ത്. എത്ര അമ്മമാർ ദുഃഖിക്കുന്നുണ്ട്, കള്ളുകുടിച്ച് വ്യഭിചരിച്ച് വേശ്യാലയത്തിൽ പോയി ജീവിതം പുറമ്പോക്കിലേക്കായ മക്കളെ ഓർത്ത് എത്ര മാതാപിതാക്കൾ കരയുന്നുണ്ട്. ഹിന്ദു അമ്മയുടെ കണ്ണുനീർ, മുസ്ലിം ഉമ്മയുടെ കണ്ണുനീർ എല്ലാം തുല്യമാണ് മനുഷ്യരെ. അവരെ വീണ്ടെടുത്ത് MSMന്റെ ISMന്റെ ഉദ്ദേശം എന്താ? നശിച്ചുപോയ യൗവനത്തെ തിരിച്ചു കൊണ്ടുവരാൻ. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു മദ്യപാനി ഉണ്ടായിരുന്നു. കഥയാണ്, ചരിത്രമാണ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ മദ്യപാനിയെ മാസ് പെറ്റീഷൻ കൊടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. അന്ന് ഇമാം അബൂ ഹനീഫ ഉറങ്ങിയില്ല. സ്പന്ദിക്കുന്ന ഹൃദയമുണ്ടോ? ISMകാരെ, നമുക്ക് സ്പന്ദിക്കുന്ന ഹൃദയമുണ്ടോ? വേദനിക്കുന്ന ഹൃദയമുണ്ടോ? പിഴച്ചു പോകുന്നവരെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഹൃദയമുണ്ടോ? ഇന്നലെ നടന്ന പ്രഭാഷണത്തിൽ വിഗ്രഹാരാധനയെ നഖശികാന്തം താത്വികമായി ഞാൻ എതിർത്തു. എന്റെ കൂട്ടത്തിൽ വന്ന ചിലർക്ക് പോലും അതത്ര ദഹിച്ചില്ല. അങ്ങനെയൊക്കെ വിഗ്രഹാരാധനയെ പറ്റി പറയേണ്ടതുണ്ടോ? എന്റെ പൊന്നു മനുഷ്യരെ, വിഗ്രഹാരാധനയിലായി നമ്മുടെ ഭാസ്കരത്തിൽ നിന്ന് മരിച്ചാൽ നാളെ നരകത്തിലാണ്. നരകം പ്രസംഗിക്കാനുള്ള സബ്ജക്റ്റ് അല്ല, സ്വർഗം പ്രസംഗിക്കാനുള്ള സബ്ജക്റ്റ് അല്ല, കേസറ്റർക്ക് പൈസ വിഴുങ്ങാനുള്ള സബ്ജക്റ്റ് അല്ല. യാഥാർത്ഥ്യമാണെങ്കിൽ നാളെ ഈ ആളുകൾ മരിച്ചുപോയാൽ അവർ നമുക്കെതിരെ എന്ന് പറയുന്ന ഒരു രംഗം സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്നാട്ടിലെ മുഴുവൻ ഹൈന്ദവരോട്, ക്രൈസ്തവരോട് നിങ്ങൾ ഇസ്ലാമാകൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് ന്യായമായി അവതരിപ്പിക്കാൻ കഴിയാൻ പ്രബോധക സംഘങ്ങൾക്ക് സാധിക്കണം. ഒരൊറ്റ ഹിന്ദുവിന്റെ വീടും ഒരൊറ്റ ക്രിസ്ത്യാനിയുടെ വീടും ഒരൊറ്റ തീവ്രവാദിയുടെ വീടും ഉണ്ടാകരുത്. ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചിട്ടല്ലാതെ ഈ ബോധം നമുക്കുണ്ടാകണം. അപ്പോഴേ നമ്മുടെ ISM ആവും. അതാണ് കർമ്മനിരതം. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ യുവാവായിരുന്നു. 35 വയസ്സിലാണ് അദ്ദേഹം എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു. ഓർക്കണം, എക്സൈസ് ഇൻസ്പെക്ടറായിരുന്നു സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ. 35 വയസ്സ്, ISMന്റെ പ്രായം. അന്ന് റോട്ടിലിറങ്ങിയതാ, അന്ന് കായംകുളം റോട്ടിലിറങ്ങിയതാ, അന്ന് ചിറയൻകീഴിലിറങ്ങിയതാ, അന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയതാ, അന്ന് കണ്ണൂര് പ്രവർത്തിച്ചു അദ്ദേഹം. അങ്ങനെ ഒരു പറ്റം യുവാക്കൾ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. മുഹമ്മദീയ സഭ അദ്ദേഹം രൂപീകരിച്ചു. മുഹമ്മദീയ സഭ, നബിനാണയം എന്ന് പ്രവാചകനെ പിന്നെ ഗുണ്ടർക്ക് വിമർശിച്ചപ്പോ, നബിയെ വിമർശിച്ചപ്പോ അതിന് പകരമായി പുസ്തകം എഴുതി നബിനാണയം. യുവാക്കളുടെ കൂട്ടായ്മയായിരുന്നു. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ അന്ന് ISM ആയിരുന്നു. അന്ന് ISM എന്ന പേരിൽ ഒരു സംഘടനയില്ലെങ്കിൽ പോലും കർമ്മനിരതമാണ്. ഉമർ മൗലവി സാഹിബ് ഓർമ്മകളുടെ തീരത്ത് കണ്ണുനീരോടെയല്ലാതെ ഒരു മുജാഹിദിന് വായിക്കാൻ കഴിയില്ല. കരഞ്ഞ് 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 ആ ഓർമ്മകളുടെ തീരത്തിന്റെ താളുകൾ നനഞ്ഞു പോകാതെ ഈമാനുള്ളൊരുത്തര് ഉമർ മൗലവിയുടെ രചനകൾ വായിക്കാൻ കഴിയില്ല. ഇവിടെ ഇരിക്കുന്ന യുവാക്കളോട് ഞാൻ ചോദിക്കുന്നു, ഓർത്തിട്ടുണ്ടോ നിങ്ങൾ സഹാബികളെ, അവരനുഭവിച്ച ത്യാഗത്തെ, പ്രവാചകന്മാർ നയിച്ച പോരാട്ടത്തെ? അവരുടെ പോരാട്ടത്തിന്റെ അനന്തരഫലമാണ് മനുഷ്യരെ നിങ്ങളും ഞാനും ഈ ഇസ്ലാമിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരനുഭവിച്ച ത്യാഗങ്ങൾ, ബിലാലിന്റെ നെഞ്ചത്ത് കല്ലുകയറ്റി വെച്ച് വിളിയടാ ലാത്തവല്ലുക എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. സമാവറിൽ നിന്ന് ചുവന്ന വെള്ളം മുഖത്തേക്കൊഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഉമ്മാക്ക് നമ്മളെ പറ്റി പറയാൻ കഴിയണം, എന്റെ മോൻ എനിക്ക് ഉപകാരപ്പെട്ടു, എന്റെ മോനെ ഞാൻ തൃപ്തിപ്പെട്ടു. നാട്ടുകാർക്ക് പറയാൻ പറ്റണം, ബഷീറിനെ കണ്ടുപഠിക്കി, സുബൈറിനെ കണ്ടുപഠിക്കി, അബ്ദുൽ മജീദിനെ കണ്ടുപഠിക്കി, അബ്ദുൽ ജബ്ബാറിനെ കണ്ടുപഠിക്കി, അബ്ദുൾ റഷീദിനെ കണ്ടുപഠിക്കി, ISMനെ കണ്ടുപഠിക്കി മനുഷ്യരെ എന്ന് നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും പറയാൻ സാധിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ അത്? അസില് നഷ്ടപ്പെട്ടു. എന്താ പ്രശ്നം? ലുഖ്മാനുൽ ഹക്കീം, ഞാൻ നിർത്തിക്കോട്ടെ, 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാം. ലുഖ്മാനുൽ ഹക്കീം അസിലാണ് ഞാൻ പറയും. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഈ ഇരിക്കുന്ന ആളുകളോട് ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഒറ്റ ചോദ്യം. ചാനലില്ലാത്ത എത്ര പേര് ഈ സദസ്സിലുണ്ട്? ഒന്ന് കൈവക്കി. ചാനലില്ലാത്ത, സത്യം അല്ലാഹു കാണുന്നുണ്ട്, ചാനലില്ലാത്ത ശരി ശരി വളരെ കുറച്ച് ആളുകൾ, മഹാഭൂരിപക്ഷവും ചാനലുള്ളവരാണ്. എങ്ങനെ നന്നാവും?
ഈ യുവത്വം എങ്ങനെ നന്നാകും? ചാനലിലൂടെ വിളമ്പുന്നത് കർമ്മനിരതമായ യൗവന, കള്ളുകുടിച്ച് പൂസാകുന്ന യൗവനം, പെണ്ണ് പിടിച്ച് പൂസാകുന്ന യൗവനം, പ്രേമിച്ച് മരം കിട്ടുന്ന യൗവനം, ഭീകരവാദിയാകുന്ന യൗവനം, നായകന്റെ കൈകളിലെ വ്യത്യസ്ത റിവോൾവറുകളുടെ ഉന്നം വെച്ച യൗവനം. ഇതല്ലാതെ എന്താ സിനിമയിൽ? അല്ലാതെ എന്താ? ഇന്ന് ചെന്നിട്ട് ഈ ഇരിക്കുന്ന യുവാക്കൾക്ക് യൗവനം കർമ്മനിരതമാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് നിങ്ങൾക്കറിയുമോ ചാനൽ കട്ട് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന് ചോദിക്കേണ്ട താമസം. ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഉപേക്ഷിച്ചു. യുവാക്കൾ പുകവലിക്കുക, മദ്യപിക്കുക, യൗവനം പാഴായി പോവുക, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഅത്തു യുദില്ലുഹുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അതിലാരാ? റജുലുൻ, ഒരു മനുഷ്യൻ, ഒരു യുവാവ്. അവനാരാ? അവൻ പിന്നെ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നവൻ. അതിനെങ്ങനെ സാധിക്കും? യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ നീ ശിർക്ക് ചെയ്യരുത്, എന്റെ പൊന്നുമോനെ നീ ശിർക്ക് ചെയ്യരുത്. ലുഖ്മാനുൽ ഹക്കീം മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. ഇങ്ങനെയൊരു വാപ്പയുണ്ടോ നമുക്ക്? മോനെ, എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അതല്ലാഹു പുറത്തു കൊണ്ടുവരും. മോനെ, യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വഅൻഹാ അനിൽ മുൻകർ ഫസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഖുർആനിലെ 31-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വചനം മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കുട്ടികൾ ജനിച്ചു വീഴുന്ന വീട് തന്നെ എന്താ? ഉമ്മ നിസ്കരിക്കാത്ത, ബാപ്പ നിസ്കരിക്കാത്ത, ബാപ്പ തെമ്മാടിയായ, കള്ളുകുടിക്കുന്ന, ഭാര്യയെ മർദ്ദിക്കുന്ന, അതിനിടയിലാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നത്. ആ യുവത്വം എങ്ങനെ നന്നാകും? അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരണം. അതുകൊണ്ട് നമ്മുടെ വീട് ഇസ്ലാമീകരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 3 വയസ്സ് ഗർഭപാത്രത്തിൽ 3 മാസം കഴിഞ്ഞാൽ ഒരു കുട്ടി ചട്ടമ്പിയോ ഒരു കുട്ടി നല്ലവനോ ആകുന്ന. മാതാവ് സിനിമ നിരന്തരമായി കാണുന്നവളാണ്, ഗർഭം ധരിച്ചുകൊണ്ട്. മാതാവ് നിരന്തരമായി ഭർത്താവുമായി തെറ്റുന്നവളാണ്. മാതാവ് മറുകണ്ടം ചാടുന്നവളാണ്. ഈ ഗർഭപാത്രത്തിലെ കുട്ടിക്ക് അത് എഫക്ട് ചെയ്യുന്ന, പ്രസവിച്ചു പോകുമ്പോൾ തന്നെ ഒരു മിനി ചട്ടമ്പിയായിട്ടാണ് ജനിക്കുന്നത് എന്നാ മോഡേൺ സയൻസ്. അള്ളാഹു ഖുർആനിൽ പറയാണ്, നിങ്ങൾക്ക് ആദ്യം കേൾവി ഉണ്ടാകുന്നത്, ആദ്യം കേൾവി. അതുകൊണ്ട് തന്നെ മക്കൾ ഗർഭപാത്രത്തിൽ ഉമ്മമാരുടെ, നമ്മുടെ ഭാര്യമാര് ഗർഭം ധരിക്കുമ്പോൾ ഖുർആനോത്ത് ഇങ്ങനെ കേൾപ്പിക്കുക, പ്രസവിക്കുന്നവരെ, പ്രസവിച്ചിട്ടും ശേഷവും. സൂറത്ത് അഹ്സാബിലെ 34-ാമത്തെ വചനം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഖുർആനും സുന്നത്തും പാരായണം ചെയ്യപ്പെടുന്ന നിങ്ങൾ ഓർക്കുക എന്ന. മമ്മൂട്ടിയും മോഹൻലാലും മാറി വരുന്ന, കാവ്യാമാധവൻ മാറി വരുന്ന ചാനലിന്റെ മുമ്പിൽ എന്ത് അബൂബക്കർ സിദ്ദീഖ്, എന്ത് ഉമർ ഇബ്നുൽ ഖത്താബ്, എന്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, എന്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എന്ത് യൂസുഫ് നബി അലൈഹിസ്സലാം, എന്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം, അല്ലേ കൂട്ടരെ? അതുകൊണ്ട് കർമ്മനിരതമായ യൗവനം, രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ പ്രബോധനം, കഷ്ടപ്പാടുകൾ. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും വ്യത്യാസമില്ലാതെ ദഅവത്ത് നടത്തിയ നൂഹ് അലൈഹിസ്സലാം. അതായിരുന്നു അവരുടെ യൗവനം. അതുകൊണ്ട് യുവാക്കളോട്, നിങ്ങൾ മൊത്തത്തിൽ യുവസമൂഹത്തെ പഠിച്ചിട്ട് എനിക്കിവിടെ ഇരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ ഇന്ന് തന്നെ ചെന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാസ്കരനെ ഞാനിന്ന് കാണും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഒരു ഹിന്ദു സഹോദരൻ, എൻ്റെ കൂടെ പഠിച്ചൊന്നല്ല, എൻ്റെ എത്രയോ ജൂനിയറായ ഒരു പയ്യൻ, നിരന്തരമായി മദ്യപിക്കുന്ന. ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിന്റെ ഭാര്യ, അവരുടെ അച്ഛൻ നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ അത്? പിതാരക്ഷിതി കൗമാരെ ഭർത്താരക്ഷിതി യുവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യെ രക്ഷന്തിഷ്ടവരേ പുത്ര സ്ത്രീ സ്വാതന്ത്ര്യം അർഹിതി. അങ്ങനെ നിന്നെ ഏൽപ്പിച്ചതല്ലേ? നിനക്കൊരു പെൺകുട്ടിയില്ലേ? നാളെ അവൾ വളർന്ന് ആളാകുമ്പോഴേക്ക് കള്ളുകുടിച്ച് ബോധം കെട്ട് കരളരിഞ്ഞ് സ്വന്തം മോളെ ഏൽപ്പിക്കുമ്പോൾ നീ എന്താ വിചാരിക്കുക? എൻ്റെ മകളെ മരുമകൻ കഷ്ടപ്പെടുത്തരുത്. അങ്ങനെയാ നിന്റെ അമ്മോച്ചൻ ഈ പെൺകുട്ടിയെ ഏൽപ്പിച്ചത്. നാളെ നന്നാകണമെന്ന് നിനക്ക് തോന്നുമ്പോൾ, നന്നാകണമെന്ന് നിനക്ക് തോന്നുമ്പോൾ അന്ന് നിനക്ക് കരളുണ്ടാവില്ല, ഹൃദയമുണ്ടാവില്ല, ആരോഗ്യമുണ്ടാവില്ല. മദ്യപാനം അവസാനിപ്പിക്കണം. ഇമാം അബൂ ഹനീഫ ഈ മദ്യപാനിയെ ചെന്ന് കണ്ട് പിറ്റേന്ന് മോചിപ്പിച്ചു കൊണ്ടുവന്ന്, എന്തിനാടായത്? നിന്റെ കുടുംബം മുഴുവനും നിന്നെ ശപിച്ച ജീവിതം, അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ ISMകാരോട്, സ്റ്റേജിലിരിക്കുന്നവരോട്, പേജിലെഴുതുന്നവരോട്, പ്രസംഗിക്കുന്നവരോട്, പ്രവർത്തിക്കുന്നവരോട്, ISMന് ഇവിടെ വർക്ക് ചെയ്യുന്നവരോട് നോട്ടീസ് ഒട്ടിച്ചാൽ അത് മാത്രം പ്രബോധനമാവുകയില്ല. തൊട്ടടുത്ത വീട്ടിലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണം. 66-ാമത്തെ വചനം.
അതുകൊണ്ട് എല്ലാ വീടുകളിലും കയറിയിറങ്ങണം. അബൂദർ അൽ ഗഫാരി മക്കത്ത് വന്ന് കഷ്ടപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച് തൗഹീദ് സ്വീകരിച്ച് മക്കത്ത് നടികെട്ടി ബോധം കെട്ട് സ്വന്തം നാട്ടിൽ മടങ്ങിപ്പോയി അനീസിന് തൗഹീദ് പറഞ്ഞു കൊടുത്ത് അവർ രണ്ടുപേരും കൂടി ഉമ്മാനോട് തൗഹീദ് പറഞ്ഞ് പിന്നെ അവർ 3 പേർ ഉമ്മയും 2 മക്കളും ഒരു ഉമ്മയും 2 മക്കളും ഗഫാർ ഗോത്രം മുഴുവനും കയറിയിറങ്ങി തൗഹീദ് പറഞ്ഞ് അവർ മുഴുവനും തൗഹീദിലേക്ക് വന്ന് അടുത്ത അസ്ലം ഗോത്രം പോലും തൗഹീദ് സ്വീകരിച്ച് മദീനയിലേക്ക് ഒരു വലിയ സൈന്യവുമായി കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഇദ്ദേഹത്തോട് പറയാൻ അബൂദറിനോട്, അബൂദറേ, ആകാശത്തിന്റെ ചുവട്ടിൽ അങ്ങ് നടത്തിയ പോലെ ഒരു ജിഹാദ് ലോകത്തിലാവും നടത്തിയിട്ടില്ല. ഫലാ തുതീൽ കാഫിരീന വജാഹിദുഹും ബി ജിഹാദൻ കബീറ. ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് 25-52. അതുകൊണ്ട് ഈ പന്തലിന്റെ ചുവട്ടിൽ നിന്ന് പിരിയുമ്പോൾ പ്രതിജ്ഞയെടുക്കണം, ഇനി ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല, ഇനി ഞാൻ ഒരിക്കലും ബിദ്അത്ത് ചെയ്യുകയില്ല, ഇനി ഞാൻ പുകവലിക്കുകയില്ല, ഇനി ഞാൻ മദ്യപിക്കുകയില്ല, ഇനി ഞാൻ അനാവശ്യങ്ങളിൽ ഏർപ്പെടുകയില്ല, ഇനി ഞാൻ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുകയില്ല. എന്റെ യൗവനം ഞാൻ എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ സംവിധാനത്ത് എന്റെ യൗവനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയും, നാഥാ എന്റെ യൗവനം ഫലപ്രദമായിരുന്നു. അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു തലമുറയായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയാക്കി മാറ്റാനും കർമ്മനിരതമാകുവാനും സഹാബികളെപ്പോലെ എല്ലാ രംഗത്തും പൂരിപ്പിക്കുന്നവരാകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.